നമ്മളെല്ലാവരും ലോക്ക്ഡൌണിലാണ്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസ്ലെസ് ആവാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്താണെങ്കിലും എപ്പോഴാണെങ്കിലും യൂസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുക. അത് സൊസൈറ്റിക്കാണെങ്കിലും സമൂഹത്തിനാണെങ്കിലും നമ്മുടെ കർമ്മമണ്ഡലങ്ങളിൽ എവിടെയാണെങ്കിലും ബീങ് യൂസ്ഫുൾ ഇസ് ദ ഗ്രേറ്റസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. അപ്പം യൂസ്ഫുൾ ആകുക എന്ന് തന്നെയാണ്. അപ്പം നമുക്ക് വെറുതെ ഇരിക്കാനൊന്നും ആർക്കും സമയമില്ല. അപ്പൊ നമ്മുടെ അറിവ് നേടുന്നതോടൊപ്പം തന്നെ അത് മറ്റുള്ളവർക്കും കൂടെ അറിവ് പകർന്നു കൊടുക്കാനും, അതോടൊപ്പം അറിവ് എന്നതിനേക്കാളും അപ്പുറത്ത് കുറെ കൂടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് നമ്മുടെ ഉള്ളിലുള്ളത് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ അതിന് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത്. കാരണം എന്നെക്കാളും അറിയുന്ന ആളുകളാണ് ഒരുപക്ഷെ ഈ ഗ്രൂപ്പിലുള്ള പലരും എന്ന ബോധ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ലാതെ ഏറ്റവും അറിയുന്ന ഒരാളെന്ന രീതിയിലല്ല. നിങ്ങൾക്ക് അറിയുന്ന കുറെ അറിവുകൾ മാത്രമേ എനിക്കും അറിയാവുള്ളൂ. അതിനെ എന്റേതായ രീതിയിൽ ഒന്ന് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഷെയർ ചെയ്യുക എന്നത് മാത്രമാണ് ഈ ഒരു സെഷനിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പൊ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിൽ പലരും ഒരുപാട് വലിയ അറിവുള്ള ആളുകളാണ്. എന്നിരുന്നാലും ഒരു സെൻ ഗുരുവിന്റെ ഒരു കഥയുണ്ട്. ഞാൻ എന്റെ ട്രെയിനിങ്ങുകൾ പലപ്പോഴും പറയാറുള്ള ഒരു സംഗതിയാണ്. എന്തായിരുന്നാലും ശരി, കപ്പ് കാലിയാക്കി വെക്കുക. നിങ്ങളും ആ കഥ കേട്ടിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു സാധനം അകത്തേക്ക് കയറണമെങ്കിൽ ഫസ്റ്റ് കീപ് ഇറ്റ് ക്ലീൻ, അല്ലെ? അത് എം ടി ആക്കിയിട്ട് വെക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. എം ടി ആക്കി വെക്കുക, അതിനുശേഷം നമ്മൾ അതിനെ സ്വീകരിക്കാൻ റെഡി ആക്കുക എന്നുള്ളത്. പിന്നെ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാനിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമായിരിക്കില്ല. ത്രൂഔട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അതിനകത്ത് പറയാൻ പോകുന്നതെല്ലാം നിങ്ങൾക്കും കൂടെ അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷെ ഈ ഒരു സാഹചര്യത്തിന്, ഈ ഒരു സന്ദർഭത്തിലേക്ക് അതിനെ ഒന്ന് എന്റേതായ രീതിയിൽ ഞാനൊന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് പറയുക എന്നുള്ളത് മാത്രമാണ്. അറിവും പ്രപഞ്ചത്തിന്റെ പ്രിൻസിപ്പിൾസും ഒക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഒരുപാട് വലിയ വലിയ ഗുരുക്കന്മാരിൽ അത് കേട്ട് മനസ്സിലാക്കിയ ആളുകളാണ്. അപ്പൊ പുതിയതല്ല, മറിച്ച് പഴയ അറിവിനെ തന്നെ പുതിയ സാഹചര്യത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇന്ന് പറയുന്നത് എന്ന് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു വെക്കുകയാണ്. സോ നമ്മളിപ്പം ഒരു മിഡ് ഓഫ് പ്രോബ്ലത്തിലാണ്, അല്ലെങ്കിൽ ഒരു ഒബ്സ്റ്റാക്കിൾ വലിയ രീതിയിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുക. ഒരു ബ്രേക്ക് ത്രൂ ആവശ്യമായിട്ട് വരുന്നത്, ഒരു സമൂഹത്തിന്, ഒരു ജനതയ്ക്ക്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു ബ്രേക്ക് ത്രൂ ആവശ്യമായിട്ട് വരുന്നത് എപ്പോഴാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? നമ്മൾ വലിയൊരു പ്രതിസന്ധി, ഒരു വലിയ യാത്രയ്ക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഇതിനകത്തുള്ള ഭൂരിഭാഗം ആളുകളും ഓൺട്രപ്രനേഴ്സ് ആണ്, സംരംഭകരാണ്. സംരംഭകരായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും, ഇപ്പൊ ഞാനാണെങ്കിലും ഒരു സംരംഭകനാണ്. എന്റേതായ മേഖലയിൽ നിങ്ങൾ ഓരോരുത്തരും ഒരു സംരംഭകരാണ്. അപ്പൊ നമ്മളുടേതായിട്ടുള്ള മേഖലയിൽ നമ്മൾ ഓരോരുത്തരും സംരംഭത്തിന് ഇറങ്ങുമ്പം ഈ ഏപ്രിൽ ജൂൺ, അല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ ജൂൺ ജൂലൈ വരെ ഒരുപക്ഷെ നീണ്ടു നിൽക്കാം. വി ഡോണ്ട് നോ വെൻ ഇറ്റ്സ് ഗോയിങ് ടു ഫിനിഷ് ഇറ്റ്. ബട്ട് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ജനുവരിയിൽ വളരെ കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും യാത്ര തുടങ്ങിയത്. പ്രത്യേകിച്ചും ഇപ്പൊ ഈവന്റ്, ഇപ്പൊ നമ്മുടെയൊക്കെ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ് ആൻഡ് ഈവന്റ്സ് ആണ്. അപ്പോ ഏപ്രിൽ മെയ് മാസങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ വലിയ എഫക്റ്റീവ് ആയിട്ടുള്ള ഓൺട്രപ്രണറിയൽ ട്രെയിനിങ് അടക്കമുള്ള ഏറ്റവും വളരെ ഡ്രീം പ്രോജക്റ്റ് ആയിട്ടുള്ള ബിസിനസ് ബൂം എന്ന് പറയുന്ന ഓൺട്രപ്രണേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു 1 ഇയർ പ്രോഗ്രാം മാർച്ച് എൻഡിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കിലായിട്ട് ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തായിരുന്നു. അതുപോലെ തന്നെ വേറെയും കുറെ ട്രെയിനിങ്. പക്ഷെ അത് ഒരു മിഡ് വേയിൽ ഇതെല്ലാം അത് സ്റ്റെക്കായി നിൽക്കുകയാണ്. ഒരു പ്രോബ്ലം വലിയ രീതിയിൽ നമ്മൾ പോലും ആഗ്രഹിക്കാതെ, നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്യാതെ, നമ്മൾ ഒരു രീതിയിലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് വന്ന ഒരു വലിയ പ്രോബ്ലത്തിൽ നമ്മൾ അങ്ങ് പെട്ടു. ഇത് ലോകത്ത് എല്ലാവരും പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു വ്യക്തിയോ, ഒരു രാജ്യമോ, ഒരു സംസ്ഥാനമോ, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയോ പെട്ടതല്ല. പലപ്പോഴും നമുക്ക് ഗ്ലോബൽ ക്രൈസിസ് എപ്പോഴും എടുത്തു നോക്കിക്കഴിഞ്ഞാലും ശരി, അത് എല്ലാ ഭാഗത്തെയും, ലോകത്തിന്റെ എല്ലാ ഭാഗത്തെയും ഒരേപോലെ എഫക്ട് ചെയ്യാറില്ല. ഈവൻ നമുക്ക് 2008, 2007 മുതൽ 2011 വരെയൊക്കെ ഉണ്ടായിരുന്ന ഫിനാൻഷ്യൽ ക്രൈസിസ് നമുക്കറിയാം. അത് ലോകത്ത് അമേരിക്കയിലും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളെയും ഒക്കെ പിടിച്ചുലച്ചെങ്കിലും, ഗൾഫ് രാജ്യങ്ങളെ നല്ല രീതിയിൽ അത് ബാധിച്ചെങ്കിലും ഇന്ത്യയുടെ എക്കോണമിയെ ഒരു പരിധി വരെ അത് ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇത്തരം ക്രൈസിസുകൾ വലിയ രീതിയിൽ ഏൽക്കാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ടായിരുന്നു. മുൻപും ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം വരുന്ന സമയത്ത്, ഇപ്പൊ 2ാം ലോക മഹായുദ്ധമാണ് ലോകം മുഴുവൻ വലിയ രീതിയിൽ ക്രൈസിസ് ഉണ്ടായതെങ്കിൽ പോലും അത് 2ാം ലോക മഹായുദ്ധം എന്ന് പറയുന്ന ഒരു സംഭവം അറിയാത്ത ആളുകൾ പോലും അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നമുക്ക് നമ്മുടെ ഇവിടെയുള്ള ആളുകളെ അങ്ങോട്ട് യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയച്ചപ്പോൾ ഉണ്ടായ ആ അറിവുകളല്ലാതെ നമ്മളെ അത് വലിയ തോതിൽ ഡയറക്റ്റ് ആയിട്ട് ബാധിച്ചിട്ടില്ല. പക്ഷെ ഇത് അങ്ങനെയല്ല.
നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ഒരു ഭാഗത്തിന് ഒരു ജനതയ്ക്കോ അല്ലെങ്കിൽ ഒരു മതത്തിനോ ഒരു രാജ്യത്തിനോ ഒരു കാസ്റ്റിനോ ഒന്നുമല്ല ഈ പ്രോബ്ലം വന്നിരിക്കുന്നത്. മുമ്പൊക്കെ പല പ്രോബ്ലംസും ഇങ്ങനെ പലപ്പോഴും നമുക്കതിനെ ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. അങ്ങനെയല്ലാത്ത, എന്ന് തീരുമെന്നറിയാത്ത, എന്നിത് അവസാനിക്കുമെന്നറിയാത്ത ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഓരോരുത്തരും നിൽക്കുകയാണ്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ജില്ലകളിൽ, ഇപ്പം ഞാൻ മലപ്പുറം ജില്ലയിലാണ്, എന്റെ ഓഫീസിലാണ് ഇപ്പൊ ഞാൻ ഇരിക്കുന്നത്. ഓഫീസ് എന്ന് പറഞ്ഞാൽ വീടിനോട് ചേർന്നിട്ട് തന്നെ ആയതുകൊണ്ടാണ് എനിക്ക് വളരെ ഈസി ആയിട്ട് വരാനും പോകാനും പറ്റുന്നത്. തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഓഫീസുകള് പലപ്പോഴും സ്റ്റെക്കാണ്. ചില ജില്ലകൾക്കൊക്കെ ഭാഗികമായിട്ടുള്ള ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത, എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു പ്രോബ്ലത്തിനകത്ത് പെട്ടിരിക്കുകയാണ്. കാറ്റും കോളും നിറഞ്ഞ ഒരു വലിയ കടലിൽ പെട്ടുപോയ കപ്പിത്താനെ പോലെയാണ്, കപ്പലിനെ പോലെയാണ് നമ്മളെല്ലാവരും. അപ്പൊ ബ്രേക്ക് ത്രൂ ആവശ്യമുള്ളത് എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് നിൽക്കുമ്പോഴാണ്. ഒരു പ്രശ്നത്തിലേക്ക് വീണുപോയി എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നമ്മൾ പ്രശ്നത്തിൽ അകപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ആവശ്യമുള്ള കുതിച്ച് മുന്നോട്ട് പോകാൻ, നമ്മളെ മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം ഭേദിച്ചുകൊണ്ട് അതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഊർജം സംഭരിക്കേണ്ടതും തയ്യാറാവേണ്ടതും നമ്മൾ തന്നെയാണ്. കാരണം എന്താ, ഒരു സംരംഭകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു വ്യക്തിയല്ല. ചൂസ് ടു ഫൈറ്റ്, ജീവിതത്തിൽ യുദ്ധം ചെയ്യാൻ തെരഞ്ഞെടുത്തവനാണ്. സ്വയം സമർപ്പിതമായിട്ട് യുദ്ധത്തിന് തയ്യാറായ പോരാളിയാണ് ഒരു സംരംഭകൻ എന്ന് പറയുന്നത്. സാധാരണ ഒരു കംഫർട്ടബിൾ ലൈഫ് മതി. സോ യു ക്യാൻ ഗോ ടു LDC എക്സാമിനേഷൻ, അല്ലെങ്കിൽ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അല്ലെങ്കിൽ ഒരു ടീച്ചർ ആകുക, അല്ലെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ ജീവിക്കാൻ നമുക്ക് തിരഞ്ഞെടുത്താൽ മതിയായിരുന്നു. ബട്ട് വി നെവർ ചൂസ് ടു ബി എ കംഫർട്ടബിൾ, അല്ലെ? വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒന്നും നമ്മൾ ചൂസ് ചെയ്തില്ല. വി ഓൾവേസ് വാണ്ടഡ് ടു ഹാവ് സംതിങ് ചാലഞ്ചിങ്. അപ്പൊ ചാലഞ്ചസ് പ്രിഫർ ചെയ്ത ആളുകൾ തന്നെയാണ് ഒരു സംരംഭകൻ എന്ന് പറയുന്നത്. സംരംഭകനെ സംബന്ധിച്ചിടത്തോളം ബാറ്റിൽ ഫീൽഡ് എത്രമാത്രം ശക്തമാണോ അത് അത്രമാത്രം ഓപ്പർച്യൂണിറ്റി കൂടെ തരുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഹൗ ടു മേക്ക് എ ബ്രേക്ക് ത്രൂ ഇൻ അവർ ലൈഫ്, എസ്പെഷ്യലി ഇൻ ദിസ് ഹാർഡ് സിറ്റുവേഷൻ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഈ മിഡിൽ ഓഫ് ദ പ്രോബ്ലത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ എനിക്കറിയാം, എനിക്ക് പരിചയമുള്ള എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള, പ്രത്യേകിച്ചും ഗൾഫിലൊക്കെയുള്ള ധാരാളം പ്രവാസികളായിട്ടുള്ള ബിസിനസ്സുകാരടക്കമുള്ള എന്റെ ക്ലയൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വി ആർ സ്റ്റക്ക് നൗ. ട്രെയിനിങ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, മറ്റ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, വി ഡോണ്ട് നോ വെൻ വി ക്യാൻ സ്റ്റാർട്ട് അവർ ബിസിനസ്. എന്നത് തുടങ്ങാൻ പറ്റുമെന്ന് അറിയില്ല, എന്ന് ഞങ്ങൾക്ക് ഒരു നോർമൽ പ്രൊസീജിയറിലേക്ക് റെസ്യൂം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഹാർട്ട് ബീറ്റ് നന്നായിട്ട് കൂടുന്നു. ഇത് ശരിയാകുമോ ഇല്ലേ? ഇതുവരെയുള്ള ഒരു ലോകമല്ല, വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കണം. ഹൗ ടു ഓവർകം ദിസ് സിറ്റുവേഷൻ. പലരും ഇപ്പൊ ഇന്ന് ഞാനിപ്പോ ഇവിടേക്ക് വരുന്നത് എന്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തിന്റെ ഒരു ഫാദർ, ഒരു ബിസിനസ്സുകാരനാണ്. സൗദിയിൽ ജിദ്ദ എന്ന് പറയുന്ന സ്ഥലത്ത് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ ഫാദറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ ഫാദർ ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 6:30 മണിക്ക് ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചു എന്നുള്ള ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് ഞാൻ എന്റെ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ കേട്ടതാണ്, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ ഫാദർ മരിച്ചു. എന്റെ ഫാദറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. പുള്ളി അവിടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു കേസ് അല്ല, അല്ലെങ്കിൽ ഒരാൾക്കോ രണ്ടാൾക്കോ അല്ല, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ അറിയാം, പല ബിസിനസ്സുകാരും പല ഓൺട്രപ്രണേഴ്സും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും സിറ്റുവേഷൻ? നല്ല ടെൻഷനാണ്, ക്യാഷ് ഫ്ലോ സ്റ്റക്ക് ആയിരിക്കുന്നു. അതുപോലെ തന്നെ വെക്കേഷൻ ബിസിനസ് കണ്ടുകൊണ്ട്, ഏപ്രിൽ മെയ്യിലെ ബിസിനസ് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഈവന്റ് സെഗ്മെന്റിലുള്ള ജ്വല്ലറി ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഒക്കെ വലിയ രീതിയിലുള്ള ക്യാഷ് ഫ്ലോ പ്രതീക്ഷിച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്ലാനിങ് ചെയ്ത ആളാണ്. ട്രെയിനിങ് മേഖലയിലുള്ള ഒരാളെന്ന രീതിയിൽ എനിക്കറിയാം, ഏപ്രിൽ മെയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ രീതിയിൽ നമുക്ക് ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. ഇതൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒരുപാട് പ്ലാനിങ് ചെയ്താണ്. പക്ഷെ ഇതൊന്നും നടക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇത് എന്ന് ശരിയാകുമെന്ന് അറിയില്ല. വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ ലോസ് അവിടെയും ഇവിടെയുണ്ട്, ക്യാഷ് ഫ്ലോ ക്രൈസിസ് ഉണ്ട്. എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, ഞാൻ ഡിപ്രസ്ഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും വിളിക്കുന്നുണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു പ്രോബ്ലത്തിന്റെ നടുവിൽ തന്നെയാണ്. നമ്മളൊരു പ്രോബ്ലത്തിന്റെ നടുവിലാണ്. പക്ഷെ ഈ പ്രോബ്ലത്തിനകത്ത് നമുക്ക് രണ്ടേ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. യു ക്യാൻ ഗോ വിത്ത് ദിസ് പ്രോബ്ലം. ഈ പ്രോബ്ലത്തെ ഫേസ് ചെയ്യാതെ, ഈ പ്രോബ്ലത്തെ സ്വീകരിച്ചുകൊണ്ട് പ്രോബ്ലത്തിൽ തന്നെ അങ്ങ് തകർന്ന് തരിപ്പണമാകുക. പ്രോബ്ലത്തിൽ ഭയപ്പെട്ടുകൊണ്ട്, പേടിച്ചുകൊണ്ട്,
നിലവിളിച്ചുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് തകർന്ന് തരിപ്പണമായി പെരിഷ് വിത്ത് ദിസ് പ്രോബ്ലം. തകർന്നില്ലാണ്ടാവുക ഒരു ഓപ്ഷനാണ്. ബട്ട് ഇറ്റ് ഈസ് ഈസി. അത് ഈസിയാണ്. കാരണം കോമൺ ആയിട്ടുള്ള പബ്ലിക് ഇതെല്ലാം ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗോയിങ് ടു ഡൗൺ, ഗോയിങ് ഡൗൺ, എവറിഥിങ് ഈസ് ഗെറ്റിംഗ് ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഈ ഒരു പ്രശ്നത്തിന്റെയാണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ ടു ഫിനിഷ് വിത്ത് ദിസ് പ്രോബ്ലം. നമുക്ക് നമ്മുടെ ലൈഫ്, നമ്മുടെ ബിസിനസ്, നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ സ്വപ്നങ്ങൾ അതെന്തുമാകട്ടെ ഈ പ്രശ്നത്തോട് കൂടിയിട്ട് അവസാനിക്കുക, എല്ലാം അങ്ങ് അവസാനിച്ച് തീരുക. അതൊരു ഓപ്ഷനാണ്. രണ്ടാമത്തത്, ഇഫ് ദർ ഇസ് എ ചാലഞ്ച്, ടേക്ക് ദിസ് ഇസ് എ ചാലഞ്ച്. ഈ ഒരു പ്രോബ്ലത്തെ, വലിയ പ്രതിസന്ധിയെ, ലോകം ഇതുവരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത, ലോകം ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ലാത്ത ഈ ഒരു പ്രശ്നത്തെ നമുക്കൊരു അവസരമായിട്ട് കാണാം, അല്ലെങ്കിൽ ഒരു ചാലഞ്ച് ആയിട്ട് കാണാം. ചാലഞ്ച് ആയിട്ട് കാണാം, അല്ലെ? ചാലഞ്ച് ആയിട്ട് കാണാം. രണ്ട് രീതിയിലാണ് ഈ പ്രശ്നം നമ്മളെ ബാധിക്കാൻ പോകുന്നത്. എങ്ങനെയാണെങ്കിലും ശരി, എങ്ങനെയാണെങ്കിലും ഇപ്പൊ നമ്മളിത് ചാലഞ്ച് ആയിട്ട് എടുത്താലും ഇല്ല ഞാൻ ഇതോടുകൂടി തീരാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ട് രീതിയിൽ ബാധിക്കും. ഒന്ന് ഇമോഷണലി, പേഴ്സണൽ ആയിട്ട് നമ്മളെ ബാധിക്കും. പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള ഹാപ്പിനെസ് നഷ്ടപ്പെട്ടിട്ട് അവിടെ ഫിയർ വരും. പിന്നെയോ ആങ്സൈറ്റി കൂടും. ഡെഫിനറ്റ്ലി ആങ്സൈറ്റി ഫിയറും ഒക്കെ നമ്മളെ വല്ലാതെ ഭരിച്ചു കഴിഞ്ഞാൽ അത് ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. അത് നമ്മുടെ മെന്റൽ ഇൽനെസ്സിലേക്ക് നയിക്കും. മാനസികമായ ആരോഗ്യത്തെ ഇല്ലാണ്ടാക്കും. സാമ്പത്തികമായിട്ടുള്ള തിരിച്ചുവരവിനുള്ള അവസരം ഇല്ലാണ്ടാക്കും. ഫാമിലി ലൈഫ് തകർക്കും. അവസാനം നമ്മൾ ഇതോടുകൂടി നശിച്ചു പോകും. അതാണ് പേഴ്സണൽ ഇഷ്യൂ. രണ്ടാമത്തേത് നമ്മളെ ബാധിക്കാൻ പോകുന്നത് എസ്പെഷ്യലി ഓൺടർപ്രണേഴ്സ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബിസിനസ്സിനെയാണ്. ബിസിനസ്, ജോബ് ലോസ്, കരിയർ ഓർ ബിസിനസ്. ജോലിയുള്ള ആളുകൾക്കാണെങ്കിൽ പലപ്പോഴും, പ്രത്യേകിച്ച് നമ്മൾ ഇനി വരാൻ പോകുന്ന ഒരു സാഹചര്യം എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടും. വി ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ് റിയാലിറ്റി. അപ്പൊ ഒരു പ്രോബ്ലത്തെ നമ്മൾ അഡ്രസ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. അപ്പൊ നമ്മൾ ഇത് പല രീതിയിലുള്ള പ്രശ്നത്തെ നമുക്ക് കൊണ്ടുതരുന്നു മാത്രമല്ല, ജോബ് ലോസ് ഉണ്ടാകാം, ബിസിനസ് ലോസ് ഉണ്ടാകാം, നോ ഡിമാൻഡ്. നമ്മൾ വിചാരിച്ചിരിക്കുന്ന പ്രത്യേകിച്ചും എന്റർടൈൻമെന്റ് അതല്ലെങ്കിൽ ടൂറിസം മേഖലയിലുള്ള നെസസിറ്റി അല്ലാത്ത, ബേസിക്സ് നെസസിറ്റി അല്ലാത്ത പല സെഗ്മെന്റിലെയും ബിസിനസ്സുകൾക്ക് ഫോർ എ ടൈം ബീങ് ഡിമാൻഡുകൾ കുറയും. എസ്പെഷ്യലി ഇപ്പൊ നമുക്കറിയാം ട്രെയിനിങ് അതൊരു ബേസിക് നെസസിറ്റി ആയിട്ട് തൽക്കാലമെങ്കിലും, അത് കഴിഞ്ഞാൽ ഒരു വലിയൊരു അവസരമായിട്ട് അത് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ കൺവെൻഷൻ സെന്ററുകൾ ഇപ്പൊ ഡിമാൻഡ് ഇല്ല. അതുപോലെ തന്നെ ഹോട്ടൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നിനും ഡിമാൻഡ് ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ ബേസിക് നെസസിറ്റി. അപ്പൊ നോ ഡിമാൻഡ് വരും. അതുപോലെ തന്നെ ബിസിനസ്സുകാർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നോ ഐഡിയ വെൻ ദിസ് വിൽ ഫിനിഷ്. ഇത് എന്ന് നിൽക്കുമെന്ന് അറിയില്ല, എന്ന് ബാക്ക് ടു നോർമൽ ആകുമെന്ന് അറിയില്ല. ഈ രീതിയിൽ, രണ്ട് രീതിയിലാണ് ഈ പ്രോബ്ലം നമ്മളെ എഫക്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെ? രണ്ട് രീതിയിൽ. ഒന്ന് പേഴ്സണൽ ആയിട്ട്, രണ്ട് കരിയർ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട്. രണ്ട് രീതിയിലും ഡെഫിനറ്റ്ലി നമ്മളത് എഫക്ട് ചെയ്യും. ഓരോരുത്തരെയും എഫക്ട് ചെയ്യും. നിങ്ങൾ ഏത് സമൂഹത്തിന്റെ ഏത് സെഗ്മെന്റിലാണെങ്കിലും. പക്ഷെ ചില ആളുകളെങ്കിൽ ഇതിനെ വളരെ വലിയ രീതിയിൽ അവസരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ സൂം എന്ന് പറയുന്ന ഈ മീറ്റിംഗ് ഐഡിയയിൽ നമ്മളത് ചെയ്യുമ്പോൾ നമുക്കറിയാം. കൊറോണ കാലത്ത് എല്ലാവരും ലോക്ക്ഡൌൺ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കിയ ഒരാളാണ് ഈ സൂമിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. സോ എല്ലാ ചാലഞ്ചസും ഇറ്റ്സ് ഓൾസോ ഗിവിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് യുവർ സെൽഫ്. അതിനകത്ത് കുറച്ച് ആളുകൾക്കെങ്കിലും അത് വലിയൊരു അവസരങ്ങൾ കൊടുക്കാറുമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു പ്രശ്നത്തെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്ന് ബീങ് ഫിയർഫുൾ ആൻഡ് സ്ട്രെസ്ഡ്. ബീങ് ഫിയർഫുൾ, പേടിച്ച് സ്ട്രെസ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഈ പ്രശ്നത്തെ പേടിയോടെ സ്ട്രെസ്സോട് കൂടി നേരിടുക. അയ്യോ എന്തായിരിക്കും എന്നുള്ള ആങ്സൈറ്റി നിറച്ച്, പേടി നിറച്ച്, സ്ട്രെസ്ഫുൾ ആയിട്ട് ജീവിച്ച് നിങ്ങളുടെ ഇമോഷണൽ, മെന്റൽ, അതുപോലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള എബിലിറ്റിയെയും ശക്തിയും തകർത്തുകൊണ്ട് നിങ്ങൾക്ക് നേരിടാം. രണ്ടാമത്തത്, ഫേസ് ദിസ് ഡിഫിക്കൽട്ട് ടൈം ആസ് എ ചാലഞ്ച്. ഇതൊരു വെല്ലുവിളിയാണ്. നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു വലിയ പ്രതിസന്ധിയിലാണ്, വെല്ലുവിളിയാണ്. ബട്ട് സ്റ്റിൽ there is an opportunity to grow, because every challenge will leave an opportunity to grow. നിങ്ങൾ ലോകത്ത് ഇതുവരെ മുമ്പുണ്ടായിട്ടുള്ള എല്ലാ ചാലഞ്ചുകളും എടുത്തു നോക്കൂ, എല്ലാ വെല്ലുവിളികളും എടുത്തു നോക്കൂ. ആ വെല്ലുവിളി രണ്ട് കാര്യമാണ് സംഭവിക്കുക. ഒന്ന്, അത് നേരിടുന്ന ആൾ അത് നേരിടാൻ കഴിയാതെ തകർന്നടിയും. രണ്ടാമതൊരാൾ അതിനെ കീഴടക്കി അതിനേക്കാളും വലിയ, അയാൾ സ്വപ്നം കാണുന്നതിലും അപ്പുറത്തുള്ള വലിയ ഉയരങ്ങളിലേക്ക് നടന്നെടുക്കുകയും ചെയ്യും. ബിക്കോസ് every challenge created two options: to perish with it and to grow with it. So what do you want to do? So entrepreneurs ആയ നമ്മൾ ഓരോരുത്തരും അതിനെ ഗ്രോ ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളത് തന്നെയാണ് വീട്ടിൽ നമ്മൾ ഐഡിൽ ആയിട്ടിരിക്കുന്ന, ലോക്ക്ഡൌൺ ആയിട്ടിരിക്കുന്ന ഈ സമയത്ത് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ബീങ് യൂസ്ഫുൾ ആൻഡ് യൂസ് ദിസ് ടൈംസ് ടു ഗ്രോ അവർ സെൽഫ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വിഷയം ഞാൻ തെരഞ്ഞെടുക്കുകയും ചെയ്തത്. ബിക്കോസ് എങ്ങനെ നമുക്കിതിനെ ഓവർകം ചെയ്യാൻ പറ്റും? ദിസ് ഇസ് സിമ്പിൾ ടെക്നിക്, അല്ലെ? എവറി ഒബ്സ്റ്റാക്കിൾ നീഡ് എ ലിറ്റിൽ മോർ എഫേർട്ട് ഓർ ഡിറ്റർ.
നമ്മൾ കാണുന്ന ഏതൊരു ചാലഞ്ചസും ഇപ്പൊ നമ്മളൊരു ബിസിനസ്സിലേക്ക് പോവാണ്, അല്ലെങ്കിൽ നമ്മൾ വലിയൊരു യാത്ര ചെയ്യണം, അപ്രതീക്ഷിതമായിട്ട് യാത്രയിൽ വലിയൊരു വെല്ലുവിളി നേരിടേണ്ടി വരുന്നു, വലിയൊരു വെല്ലുവിളി നമുക്ക് നേരിടേണ്ടി വരുന്നുവെങ്കിൽ അവിടെ ആ വെല്ലുവിളി അതിജീവിക്കാൻ ഒരൊറ്റ കാര്യമാണ് വേണ്ടത്. ഒന്നെന്താണ്? എക്സ്ട്രാ എഫേർട്ട്. ഒരു വലിയ മല, നമ്മൾ വലിയൊരു യാത്രക്കിടയിലേക്ക് ഒരു വലിയ മല വന്നു എന്ന് പറയുമ്പോൾ രണ്ട് രീതി നമുക്ക് എടുക്കാം. അയ്യോ വഴി തീർന്നു, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഞാൻ ഇവിടെ എന്റെ യാത്ര അവസാനിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ തിരിച്ചു നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകാം. അതല്ല, ഇതൊരു മലയാണ്. സ്റ്റിൽ ദ വേ ഈസ് ദെയർ. ഇതൊരു ഒബ്സ്റ്റാക്കിൾ മാത്രമാണ്. ഈ മല തുരന്നുകൊണ്ട് ഈ മലയ്ക്കുള്ളിലൂടെ കടന്നു പോകാനുള്ള ഒരു വഴി ഉണ്ടാക്കാനുള്ള ഒരു എക്സ്ട്രാ എഫേർട്ട് മാത്രം എടുത്തു കഴിഞ്ഞാൽ സ്റ്റിൽ ദർ ഈസ് എ വേ എന്ന് പറയാൻ പറ്റുന്ന എക്സ്ട്രാ എഫേർട്ട്. എല്ലാ ചാലഞ്ചസും ഡിമാൻഡിങ് എക്സ്ട്രാ എഫേർട്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ചാലഞ്ചുകളും, ബിസിനസ്സിലാണെങ്കിലും ശരി, പേഴ്സണൽ ലൈഫിലാണെങ്കിലും ശരി, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ലൂസ്. അത് നഷ്ടപ്പെടാൻ പോകുന്നില്ല. പക്ഷെ ഇഫ് യു ആർ റെഡി ടു ടേക്ക് എൻ എക്സ്ട്രാ എഫേർട്ട്, എവറിത്തിങ് ഈസ് യോഴ്സ്. നമ്മളൊരു എക്സ്ട്രാ എഫേർട്ട് എടുക്കാൻ റെഡി ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡിറ്റോർ എക്സ്ട്രാ എഫേർട്ട് എടുക്കണമെങ്കിൽ നമ്മുടെ ക്യാപ്പബിലിറ്റിയെ വർദ്ധിപ്പിക്കണം. നമ്മുടെ ഉള്ളിലുള്ള കരുത്തിനെ നേരിടാൻ ഇതുവരെ വന്നതിനേക്കാളും കുറച്ച് കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും. ഇതിനേക്കാളും നമുക്ക് മെന്റലി ഇമോഷണൽ കപ്പാസിറ്റി വേണ്ടി വരും. അതുപോലെ തന്നെ മറ്റു പല രീതിയിലുള്ള സ്കിൽ സെറ്റ് വേണ്ടി വരും. ഡിറ്റോർ എടുക്കണമെങ്കിൽ നമുക്ക് സ്കിൽ സെറ്റ് വേണം. അതോടൊപ്പം തന്നെ വി നീഡ് എ ന്യൂ ഇൻഫർമേഷൻ, because we should know where we have to go and where we have to take a detour. So how to overcome this obstacle? This is a two option. ഒന്ന്, നമുക്ക് നമ്മളെ സ്ട്രെങ്തൻ ചെയ്യുക, അതുപോലെ തന്നെ കൂടുതൽ അറിവ് നേടുക എന്ന് പറയുന്നതാണ്. അപ്പൊ ലോകത്തിൽ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ടൈപ്പ് ആളുകളാണ് ഉള്ളത്. ഒന്ന് കംപ്ലൈന്റ് പറയുന്ന ആളുകൾ. അപ്പൊ നമുക്കറിയാം ഈ സാഹചര്യത്തിൽ, ഈ ഒരു ബിസിനസ് സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ലോകത്തിന്റെ ഈ ഒരു ഘടനയിൽ പരാതി പറഞ്ഞുകൊണ്ട്, വിഷമിച്ചുകൊണ്ട്, നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ബിസിനസ് സർക്കിളിലുള്ള ധാരാളം ആളുകൾ പേടിച്ചു വിറച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അയ്യോ എന്തായിരിക്കും സ്ഥിതി, അത് സംഭവിക്കുന്നില്ല, ഇത് സംഭവിക്കുന്നില്ല, ഇത് എന്നാണ് നിൽക്കുക, എയർ ട്രാഫിക്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം, ഞാൻ എന്റെ ഫാമിലിയുമായിട്ട് ദുബായിലാണ് സെറ്റിൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ കേരളത്തിലും അതുപോലെ GCC മറ്റു രാജ്യങ്ങളിലൊക്കെ ട്രെയിനിങ്ങുകളായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് പരിപാടി. അവിടെയാണ് ഞാൻ എല്ലാ മാസത്തിലും 2-3 തവണ പോയി വരികയൊക്കെ ചെയ്യാറുള്ളത്. പക്ഷെ 2 മാസമായിട്ട് ലോക്ക്ഡൌൺ ആണ്. എന്റെ ഫാമിലിയും കുട്ടികളും അവിടെ. അപ്പൊ അയ്യോ അവരവിടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുകയും പരാതി പറഞ്ഞുകൊണ്ട് ആകെ ഡിസ്പായിട്ടിരിക്കുക. ദിസ് ഇസ് വൺ ചോയ്സ്. അപ്പൊ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ആളുകളുണ്ട്. ഒന്ന് കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുക, സാഹചര്യം അയ്യോ കൊറോണ വന്നു, എല്ലാം തകർന്നു പോയി, എക്കണോമി ആകെ തകർന്നു പോയി എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് പറയാം. ബ്ലെയിം ദ സിറ്റുവേഷൻ, ബ്ലെയിം ദ ഗവൺമെന്റ്, ബ്ലെയിം ദ ഗോഡ് ആൻഡ് ബ്ലെയിം ദ എൻവയോൺമെന്റ് ആൻഡ് എവറിത്തിങ്. ദിസ് ഇസ് വൺ ചോയ്സ്. ദിസ് ഇസ് കോൾഡ് റിയാക്റ്റീവ് പീപ്പിൾ. And there is another kind of people are there, proactive people. നമുക്കറിയാം proactive people എന്താണ് അല്ലെ? Because we are choosing. Proactive people പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് സിറ്റുവേഷൻ ഉണ്ടാകാം, സ്റ്റിമുലേഷൻ വരാം, അതുപോലെ തന്നെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, but their response is their choice. എങ്ങനെ ആ സാഹചര്യത്തെ നേരിടണം എന്നുള്ളത് എപ്പോഴും റിയാക്റ്റീവ് പീപ്പിൾ പോലെയല്ല. Proactive people, they are choosing how to behave with it. Here we have decided to choose this as the benefit for us. അല്ലെ? നമ്മൾ ഓരോരുത്തരും നമ്മൾ ഈ ഒരു സാഹചര്യത്തെ ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മളെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദിസ് ഇസ് ദ മോസ്റ്റ് ആൻഡ് പ്രൊആക്റ്റീവ് ആക്ഷൻ. ഇത് അപ്പൊ സോ ഡോണ്ട് ബ്ലെയിം എനിബഡി, എനി സിറ്റുവേഷൻ. ഇതിനെയൊക്കെ ബ്ലെയിം ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സാഹചര്യത്തെ റെസ്പോൺസിബിൾ എന്ന് പറയാം. ഈ റെസ്പോൺസിബിളിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ വേർഡ് ഇറ്റ്സെൽഫ് റെസ്പോൺസിബിൾ അല്ലെ? റെസ്പോൺസിബിലിറ്റി ആണ്. റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു വേർഡിനെ നമ്മൾ തിരിച്ചെഴുതി കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഓരോ മനുഷ്യന്റെ ഉള്ളിലും അയാൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനോ, അയാൾക്ക് നേരിടേണ്ടി വരുന്ന സാഹചര്യമോ, അയാൾക്ക് നേരിടേണ്ടി വരുന്ന അനുഭവങ്ങളെയോ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് തെരഞ്ഞെടുക്കാനുള്ള ക്യാപ്പബിലിറ്റി ഓരോ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന വാക്കിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. റെസ്പോൺസിബിലിറ്റി. നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും നമ്മൾ ഓരോരുത്തർക്കാണെങ്കിലും we have the ability to choose our response. So here we are choosing to be proactive, not to reactive. Many people are choosing this situation as to respond as a reactive personality. They are complaining. അവർ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പേടിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ബിക്കോസ് ഫിയർ എന്ന് പറയുന്ന ഒരു റെസ്പോൺസ് ആണ്.
നിലവിളിക്കുക എന്ന് പറയുന്നത് റെസ്പോൺസ് ആണ്. പരാജയപ്പെടാൻ തയ്യാറാകുന്നു എന്ന് പറയുന്ന റെസ്പോൺസ് ആണ്. അതല്ല, ഐ ആം ഗോയിങ് ടു യൂസ് ദിസ് ടൈം ആസ് for strengthening me. എന്റെ ബിസിനസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ, ഞാനൊന്ന് വ്യക്തിയെ കുറിച്ച് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ. ഈവൻ നിങ്ങൾ കരിയർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിലും ശരി, എന്റെ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇൻഡസ്ട്രിക്ക് പല രീതിയിലുള്ള ചാലഞ്ചസുകൾ, യു വെയിറ്റിംഗ് ചാലഞ്ചസ്, ബട്ട് സ്റ്റിൽ ആഫ്റ്റർ ദിസ് സെഷൻ, ആഫ്റ്റർ ദിസ് ഏരിയ, ഐ വിൽ സ്ട്രെങ്തൻ മീ ടു ഫൈൻഡ് ദ ബെറ്റർ ജോബ്. അല്ലെങ്കിൽ ഇതിനേക്കാളും മികച്ചൊരു ഇൻഡസ്ട്രിയിലേക്ക്, അല്ലെങ്കിൽ മാറുന്ന ഒരു എക്കോണമിയിലേക്ക് ഏത് രീതിയിലായിരിക്കണം ബിസിനസ്സിന് ഞാൻ പ്ലാൻ ചെയ്യേണ്ടത് എന്ന് നോക്കി അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാൻ തയ്യാറാകുന്ന കരുത്തോടു കൂടി വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്ന റെസ്പോൺസിനെ ചൂസ് ചെയ്യുക. സോ വാട്ട് ആർ യു ഡൂയിങ് എക്സാക്ട്ലി? ആർ യു ചൂസിങ് എ റെസ്പോൺസ്? ആർ യു being responsive to the situation, or reactive to the situation, or choosing your response? So every human has the ability to choose his response, but he should know that he has the capacity to choose his response. Many people don't know this reality. Many people don't know their ability to choose their response to every situation. പലർക്കും അറിയില്ല അവരുടെ കയ്യിൽ അവരുടെ റെസ്പോൺസ് ചൂസ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട് എന്ന് അറിയില്ല എന്നുള്ളതാണ്. അപ്പോ ഈ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്ന സ്റ്റീഫൻ ആർ കോവയുടെ പുസ്തകമുണ്ട്. നിങ്ങൾ പലരും അത് വായിച്ചിട്ടുണ്ടാകുമെന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരുപാട് ആളുകൾ അത് വായിച്ചിട്ടുണ്ടോ? അതിനകത്ത് വളരെ രസകരമായിട്ട് അദ്ദേഹം ഒരു തിയറി അവതരിപ്പിക്കുന്നുണ്ട്. അത് പുള്ളി പറയുന്നുണ്ട്, ഇത് ആദ്യത്തെ തിയറി ഒന്നുമല്ല, ബട്ട് വളരെ കൺവിൻസിംഗ് ആകുന്ന രീതിയിൽ 2 കാര്യങ്ങൾ അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. ഒന്ന് സർക്കിൾ ഓഫ് കൺസേൺ എന്ന് പറയും, രണ്ടാമത് സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ്. അതിനെ 2 വൃത്തമായിട്ട് അദ്ദേഹം അത് അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഒരു ചെറിയ വൃത്തം, അതിന്റെ ഒരു വലിയ വൃത്തം, ആ വലിയ വൃത്തത്തിന്റെ ഉള്ളിലായിട്ട് ഒരു ചെറിയ വൃത്തം. ഞാൻ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. സോ ജസ്റ്റ് ട്രൈ ടു യൂസ് ഇറ്റ്. എന്റെ ലാപ്ടോപ്പിൽ അതിന്റെ ഒരു പ്രിന്റ് ഉണ്ട്. ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, നിങ്ങൾ ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയാം, സർക്കിൾ ഓഫ് കൺസേൺ എന്ന് പറയുന്നത് ഈ ഒരു വലിയ വൃത്തം. ഇവിടെ സർക്കിൾ ഓഫ് കൺസേൺ എന്ന് പറയുന്നത് ഇതാണ്. ഫോർ എക്സാമ്പിൾ, ഇതാണ് അദ്ദേഹം റിയാക്റ്റീവ് ആയിട്ടുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈൽ ആയിട്ട് കാണിക്കുന്ന ഇവിടെയാണ്. ഇതൊരു വലിയ വൃത്തമാണ് സർക്കിൾ ഓഫ് കൺസേൺ എന്ന് പറയുന്നത്, അല്ലെ? ആ സർക്കിൾ ഓഫ് കൺസേൺ എന്ന് പറയുന്നത് വലിയ വൃത്തമാണ്. സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലുള്ള ചെറിയ വൃത്തമാണ്. അപ്പൊ സാധാരണ രീതിയിലുള്ള റിയാക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ള കൺസേൺസ്. ഇപ്പൊ നമുക്ക് ഈ ഒരു സാഹചര്യം നേരിടുമ്പോൾ ധാരാളം കൺസേൺസ് നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന്, മാർക്കറ്റിൽ ഫണ്ട് ഇല്ല, ആളുകൾ ബൈ ചെയ്യുന്നില്ല, ആളുകൾ ഒന്നും വാങ്ങിക്കാൻ തയ്യാറാവുന്നില്ല. ഫുഡ്, അതുപോലെ തന്നെ മെഡിസിൻ പോലുള്ള ബേസിക് നെസസിറ്റീസിൽ മാത്രമാണ് ആളുകളുടെ ശ്രദ്ധ എന്ന് പറയുന്നത്. ഗവൺമെന്റ് കയ്യിൽ ഫണ്ട് ഇല്ല, നികുതി കിട്ടുന്നില്ല, ഇങ്ങനെ ധാരാളം കൺസേൺസ് ഉണ്ട്. അസുഖം പെരുകിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ ലോകത്ത് ഒരുപാട് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു, ടൂറിസം വരുന്നില്ല, ഇങ്ങനെ ഒരുപാട് കൺസേൺസ് ഉണ്ട്. ഈ കൺസേൺസിനെ എല്ലാം കൂടെ ഇങ്ങനെ സ്വീകരിച്ച് പോകുമ്പോൾ റിയാക്റ്റീവായ ആളുകളുടെ ലൈഫിൽ സംഭവിക്കുക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സർക്കിൾ ഓഫ് കൺസേൺ എന്ന് പറയുന്ന ഈ ഏരിയ, അത് കൺസേൺസ് പുറത്തു നിന്ന് ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസിനെ നമ്മൾ അകത്തേക്ക് കടത്തിവിടുകയും, സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഈ ഏരിയ, ഇത് അയാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്, അല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ അയാൾക്ക് എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏരിയ. ഇപ്പൊ എന്റെ ലൈഫിലേക്കാണെങ്കിലും എന്റെ ലൈഫിൽ എനിക്ക് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന, എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ചുരുങ്ങി വളരെ ചെറുതായിട്ട് പോകുകയും സർക്കിൾ ഓഫ് കൺസേൺസ് കൂടുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും ഔട്ട്സൈഡ് സിറ്റുവേഷൻസ് എന്താണോ അതിനനുസരിച്ചിട്ട് പുള്ളിയുടെ ലൈഫ് മാറുന്നു എന്നുള്ളതാണ് റിയാക്റ്റീവ് ആയിട്ടുള്ള ആളുകളുടെ ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ വ്യക്തമായിട്ട് ആ ഒരു പ്രിൻസിപ്പിൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നത്. കാരണം റിയാക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ they are taking input from outside and they are always concerned about what is happening outside. What's happening outside, this is what their concern always. ആരെ എക്കോണമി എങ്ങനെയാവുന്നു, ഗവൺമെന്റ് എങ്ങനെയാകുന്നു, സിറ്റുവേഷൻസ് എങ്ങനെയാവുന്നു, എന്നോട് ആളുകൾ എങ്ങനെ പെരുമാറുന്നു, മാർക്കറ്റ് എങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പല രീതിയിലുള്ള ടെൻഷൻസും ഇവിടെ ഉള്ളിലേക്ക് കയറി വരികയും അയാളുടെ ലൈഫിൽ അയാൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ചുരുങ്ങി വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ്ലി ലോകം എന്താണോ അത് അയാൾ ആയിത്തീരുന്നു. ഇഫ് ദ സിറ്റുവേഷൻ ഈസ് ഓക്കെ, he will have something good, otherwise everything is going to lose. ഇനി പ്രോആക്റ്റീവ് ആയിട്ടുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് സ്റ്റീഫൻ ആർ കോവെ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ല രീതിയിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും സർക്കിൾ ഓഫ് കൺസേൺ ഇവിടെയാണ്. ബട്ട് ഇവിടെ പ്രോആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ കൺസേണിലേക്ക്, ചുറ്റുമുള്ളതിലേക്ക് they are not focusing on.
ചുറ്റുമുള്ള കാര്യങ്ങളിലേക്കൊന്നും അവർ ഫോക്കസ് ചെയ്യുന്നില്ല. ബിക്കോസ് അവർക്കറിയാം കൊറോണ എന്ന് പറയുന്ന രോഗത്തെ പിടിച്ചു കെട്ടാൻ എനിക്ക് കഴിയില്ല. എനിക്ക് ആകെ കഴിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുക എന്ന് പറയുന്ന എന്റെ എക്സ്പോഷറിന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെ? ഞാൻ പുറത്തേക്ക് പോകാതിരിക്കുക, എന്റെ ഫാമിലി മാക്സിമം പുറത്തേക്ക് പോകുന്നത് ഒഴിവാക്കുക, പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു ഹൈജീനിക് ആയിട്ടുള്ള റൂട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുക വഴി എനിക്ക് ഈ രോഗത്തെ പിടിച്ചു കെട്ടാൻ കഴിയുക എന്ന് പറയുന്നത് എന്റെ ആക്ടിലൂടെ മാത്രമാണ്. മെഡിസിൻ ഇല്ലാത്തൊരു രോഗത്തെ കുറിച്ച് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഐ ഹാവ് ടു ടേക്ക് കൺട്രോൾ ഓൺ മൈ ആക്ഷൻ. ഇതാണ് ഒന്നാമത്തത്. മാത്രമല്ല, എക്കണോമിയിൽ ഫണ്ട് ഇല്ലാത്തത് കൊണ്ടോ, മാർക്കറ്റിൽ ഡിമാൻഡ് കുറഞ്ഞത് കൊണ്ടോ, ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ചാലഞ്ചസിനെ കൊണ്ടോ, ക്യാഷ് ഫ്ലോ ക്രൈസിസ് കൊണ്ടോ ഇതൊന്നും ഞാൻ വിചാരിച്ചാൽ മാറുന്നതല്ല. മറിച്ച് എനിക്ക് എന്റെ ലൈഫിനകത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ലൈഫ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ. ആ ഏരിയയിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നു. എന്റെ ബിഹേവിയർ, എന്റെ മൈൻഡ് സെറ്റ്, എന്റെ സ്കിൽ, എന്റെ എബിലിറ്റി, എന്റെ ഇന്റർപ്രിട്ടേഷൻ, എന്റെ പെർസ്പെക്റ്റീവ്, എന്റെ ഫാമിലി, എന്റെ ഹാപ്പിനെസ്, എന്റെ വീക്ക്നെസ്, ഇത് മാത്രമാണ് എന്റെ കൺട്രോളിൽ വരുന്ന കാര്യം. ഇത് ഞാൻ എനിക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടി ഞാൻ അതിനകത്ത് ധാരാളം ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ചെറിയ വൃത്തത്തിൽ നിന്ന് വലിയ വൃത്തമായിട്ട്, അതായത് നമ്മളിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് സംഭവിക്കുമ്പോൾ, നമ്മൾ ശക്തിപ്പെടുമ്പോൾ, നമ്മൾ കൂടുതൽ ശക്തനാകുമ്പോ, നമ്മൾ കൂടുതൽ എഫക്റ്റീവ് ആകുമ്പോ, നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആകുമ്പോ അത് നമ്മുടെ ഔട്ട്സൈഡ് സർക്കിളിനെയും ബാധിക്കും. ഔട്ട്സൈഡ് സർക്കിളിലേക്ക് അത് എക്സ്പാൻഡ് ചെയ്ത് വരികയും സർക്കിൾ ഓഫ് കൺസേൺ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങുകയും നമ്മൾ എന്ന് പറയുന്ന വ്യക്തി ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസിന്റെ പോസിറ്റിവിറ്റി വൈഡ് സ്പ്രെഡ് ആകുകയും ഔട്ട്ബ്രേക്ക് ആകുകയും അത് നമ്മുടെ ചുറ്റിൽ പോലും നമ്മളെ സൃഷ്ടിക്കുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഐ എം കമ്മിങ് ടു ദ സെയിം ക്യാമറ. സോ ഒരിക്കല് ഒരു കഥ നമ്മുടെ ട്രെയിനിങ്ങിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു വലിയ വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തി, സൗജന്യമായിട്ടാണ് അദ്ദേഹം വിദ്യാഭ്യാസം നേടിയത്. അദ്ദേഹത്തിന് വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞതിന് ശേഷം വലിയൊരു ആഗ്രഹം തോന്നി, എനിക്ക് നാട് നന്നാക്കണം, എനിക്ക് ഈ ലോകം നന്നാക്കണം. കാരണം ഞാൻ സൗജന്യമായിട്ടാണ് ഈ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളത്, എനിക്കത് സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരിച്ചു കൊടുക്കണം. സോ വാട്ട് ക്യാൻ ഐ ഡു? എനിക്കത് എങ്ങനെയാണ് സമൂഹത്തിന് തിരിച്ചു കൊടുക്കാൻ കഴിയുക? അതുകൊണ്ട് ഇനി ലോകം നന്നാക്കുക എന്നുള്ളതാണ് എന്റെ പ്രൈമറി മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇറങ്ങി തിരിച്ചു. ഈ വ്യക്തി ഇറങ്ങി തിരിച്ചതിന് ശേഷം ഇയാൾ ഏകദേശം 20-25 വയസ്സായപ്പോഴാണ് അദ്ദേഹം കോളേജിൽ നിന്ന് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ലോകം നന്നാക്കണം എന്ന് പറയുന്ന വലിയ സ്വപ്നവുമായിട്ട് അദ്ദേഹം ഇറങ്ങി തിരിച്ചു. അദ്ദേഹം ലോകം മുഴുവനും നടന്നു. ഓരോ സമൂഹത്തോടും, ഓരോ സോഷ്യൽ ലീഡേഴ്സിനോടും, ഓരോ പൊളിറ്റിക്കൽ ലീഡേഴ്സിനോടും ഒക്കെ ചെന്നിട്ട് പുള്ളി പറഞ്ഞു, അടിപൊളിയായിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ലോകത്തെ നമുക്ക് മാറ്റണം, ഈ ലോകത്തെ ഇങ്ങനെയൊന്നും വെച്ചാൽ പോരാ, ലോകത്തെ നമുക്ക് നല്ല രീതിയിൽ ചേഞ്ച് ചെയ്യണം, വി ഹാവ് ടു ചേഞ്ച് ദ വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകം നന്നാക്കുന്നതിനെ കുറിച്ച് ഓരോ വേൾഡ് ലീഡേഴ്സിനോട് പറഞ്ഞു. 20 വർഷത്തോളം അദ്ദേഹം എന്ത് ചെയ്തു, ലോകം മുഴുവൻ ഇങ്ങനെ കറങ്ങി തിരിച്ചു വന്നു. ഏകദേശം 40-43 വയസ്സായപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ലോകത്തിലൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഐ ഹാവ് ടു ഡു സംതിങ് എൽസ്. എനിക്ക് ലോകമൊന്നും നന്നാക്കാൻ പറ്റില്ല, ബട്ട് ഐ ക്യാൻ ചേഞ്ച് മൈ നേറ്റീവ്. എന്റെ നാട് എനിക്ക് നന്നാക്കാൻ പറ്റും, എനിക്ക് ലോകം നന്നാക്കാൻ പറ്റും. അതുകൊണ്ട് ഐ എം ഗോയിങ് ടു ഫോക്കസ് മൈ റിമൈനിങ് ലൈഫ് വിത്തിൻ മൈ നേറ്റീവ്. ഞാൻ എന്റെ നാട്ടിലേക്ക് എന്റെ ലൈഫിനെ ഫോക്കസ് ചെയ്യാൻ പോകുകയാണ്. എന്റെ നാട്ടിലേക്ക് ഞാൻ എന്റെ ലൈഫിനെ ഫോക്കസ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞിട്ട് 43-ാമത്തെ വയസ്സിൽ ഏകദേശം 10-15 വർഷത്തോളം ഇയാൾ എന്ത് ചെയ്തു, സ്വന്തം നാട്ടിലെ ആളുകളെ നന്നാക്കാൻ തുടങ്ങി. ഓരോരുത്തരെ ചെന്ന് കണ്ടു, ഓരോരുത്തരെയും ഓരോ വ്യക്തികളായിട്ട് ചെന്നിട്ട് കണ്ട് ഓരോരുത്തരുടെയും ചെവിയിൽ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ശരിയല്ല, വി ഹാവ് ടു ചേഞ്ച്, നിങ്ങൾ ചേഞ്ച് ചെയ്യണം, നിങ്ങൾ മാറണം, എന്നാലേ നമ്മുടെ നാട് നന്നാവുള്ളൂ എന്ന് പറഞ്ഞു. ഏകദേശം 10-15 വർഷത്തിനിടയിൽ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടുകാരെ പലതവണ നിരന്തരം കണ്ടു, പക്ഷെ ഒരു മാറ്റവും നാട്ടിൽ സംഭവിച്ചില്ല. അവസാനം ഏകദേശം 60-62 വയസ്സായപ്പോൾ പുള്ളിക്ക് തോന്നി, ഇത് ശരിയാവുന്ന കാര്യമല്ല, നാട് നന്നാക്കാനും എന്നെ കൊണ്ട് കഴിയില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആകെ നന്നാക്കാൻ പറ്റുന്നത് എന്റെ കുടുംബമാണ്, എന്റെ കുടുംബമായ എന്റെ ഭാര്യയും മക്കളെയും മാത്രമാണ് നന്നാക്കാൻ കഴിയുക എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ കുടുംബത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് സ്വന്തം കുടുംബം നന്നാക്കാൻ തുടങ്ങി. അങ്ങനെ ഭാര്യ ഉപദേശിക്കാൻ തുടങ്ങി, മക്കളെ ഉപദേശിക്കാൻ തുടങ്ങി, എല്ലാവരും ഓരോ രീതിയിലായിട്ട് ഉപദേശിക്കാൻ തുടങ്ങി. അവസാനം ഏകദേശം ഒരു 70-75 വയസ്സ്, 10-15 വർഷം അങ്ങനെ സ്പെൻഡ് ചെയ്തു. ഒരു 70-75 വയസ്സായ പുള്ളിക്ക് തീരെ വയ്യാണ്ടായി, കിടപ്പിലായി.
കിടപ്പിലായപ്പോ പുള്ളി ഇത്രയും വർഷം അദ്ദേഹം നടത്തിയ പരിശ്രമം, ലോകം നന്നാക്കാൻ നടത്തിയ പരിശ്രമം, നാട് നന്നാക്കാൻ നടത്തിയ പരിശ്രമം, സ്വന്തം കുടുംബത്തെ നന്നാക്കാൻ നടത്തിയ പരിശ്രമം എന്തുകൊണ്ട് എഫക്റ്റീവ് ആയില്ല എന്ന് അദ്ദേഹം സ്വയം ചോദിക്കാൻ തുടങ്ങി. അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ നാട് നന്നാക്കുന്നതിന് മുൻപ്, ലോകം നന്നാക്കുന്നതിന് മുൻപ്, എന്റെ വീട് നന്നാക്കുന്നതിന് മുമ്പ് ഐ ഹാവ് ടു ചേഞ്ച് മൈസെൽഫ്. ഞാൻ എന്നെയാണ് മാറ്റേണ്ടിയിരുന്നത്. എന്നെ മാറ്റിയിരുന്നുവെങ്കിൽ അതെന്റെ കുടുംബത്തെ മാറ്റുമായിരുന്നു. എന്റെ കുടുംബത്തെ എനിക്ക് മാറ്റാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ നാട് മാറുമായിരുന്നു. ഡെഫിനറ്റ്ലി, ഇൻഫാക്ട് നമ്മളെ നാട് മാറിയാൽ അത് ലോകം തന്നെ മാറുന്നതിന് സഹായകരമാകുന്നു എന്നുള്ളത് അയാൾ അവിടെയാണ് തിരിച്ചറിയുന്നത്. ഇങ്ങനെ മാറ്റിയ ഒരാളുടെ ചരിത്രം ഞാൻ പറയാം. നമുക്ക് വളരെ സുപരിചിതനായ വ്യക്തിയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ. ഒരു സാധാരണ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന് പറയുന്ന പുസ്തകം ഒരു അമേസിംഗ് പേഴ്സണൽ ട്രാൻസ്ഫോർമേഷന്റെ ഒരു ഫിലോസഫിക്കൽ ബുക്കാണ്. വായിക്കാത്തവര് വായിക്കുക. വളരെ കുറഞ്ഞ കാശിന് കിട്ടുന്നതാണ്. 20 രൂപയൊക്കെ ആയിരുന്നു ഞാനത് വായിക്കുന്ന സമയത്ത്. 8ാം ക്ലാസ്സിൽ അങ്ങനെ പഠിക്കുന്ന സമയത്താണ് ആ പുസ്തകം ഞാൻ വായിച്ചു. വൺ ഓഫ് ദ അമേസിംഗ് പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് എ പേഴ്സൺ. കാരണം വളരെ അത്ഭുതകരമായ ഒരു ട്രാൻസ്ഫോർമേഷൻ കഥയാണത് പറയുന്നത്. ആ അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ വളരെ ചാബല്യങ്ങളുള്ള, സാധാരണ മനുഷ്യന്മാർക്കുള്ള എല്ലാ വൈകാരിക പ്രശ്നങ്ങളെല്ലാം ഉള്ള ഒരു സാധാരണ മനുഷ്യൻ. അദ്ദേഹം ആഫ്രിക്കയിൽ തന്റെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ നേരിടേണ്ടി വന്ന പല വർണ്ണവെറിയുമായി ബന്ധപ്പെട്ട് നേരിടേണ്ട വിവേചനങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാക്കിയ സ്പാർക്കും വിഷമങ്ങളൊക്കെ ആയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യയിലേക്ക് വന്നു. അദ്ദേഹം പല ചെറിയ യാത്രകളൊക്കെ നടത്തി. ഒരിക്കൽ യമുന തീരത്തുകൂടെ അദ്ദേഹം ഇങ്ങനെ നടക്കുന്ന സമയത്ത് യമുന നദിയിൽ ഒരു സ്ത്രീ ഇങ്ങനെ അലക്കി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്ത്രീ നഗ്നയാണ്. നഗ്നയായ ഒരു സ്ത്രീ അലക്കി കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗാന്ധിജി കണ്ടു. അപ്പോ ഗാന്ധിജി ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും വസ്ത്രം ധരിച്ചിട്ട് അലക്കിക്കൂടെ എന്ന് ചോദിച്ചപ്പോ ഗാന്ധിജിയോട് പറഞ്ഞു, ഗാന്ധിജി ഒന്നും ആയിട്ടില്ല, മഹാത്മാവൊന്നും ആയിട്ടില്ല, എനിക്ക് ധരിക്കാൻ വേറെ വസ്ത്രമൊന്നും ഇല്ല, എനിക്ക് 2 വസ്ത്രം, ഞാൻ ആകെ ധരിക്കുന്ന ഒരു വസ്ത്രമാണ് ഞാൻ അലക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഗാന്ധിജി തീരുമാനിച്ചാണ്, എന്റെ നാട്ടിൽ, എന്റെ പാവപ്പെട്ട എന്റെ നാട്ടുകാർക്ക് എല്ലാവർക്കും ധരിക്കാൻ 2 വസ്ത്രമെങ്കിലും ഉണ്ടാകുന്ന കാലത്ത് മാത്രമേ ഞാൻ മേൽമുണ്ട് ധരിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട്, എന്ന് തീരുമാനിച്ചിട്ട് അന്ന് അഴിച്ചു വെച്ചതാണ് മേൽമുണ്ട്. അദ്ദേഹത്തിന് മരിക്കുന്നത് വരെ അത് മേൽമുണ്ട് ധരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ബിക്കോസ് ഇന്ത്യ 2 വസ്ത്രം ധരിക്കാനുള്ള സാഹചര്യത്തിലേക്ക് അന്നും ഉയർന്നിട്ടില്ല. ഇന്നും പ്രശ്നങ്ങളുള്ള ധാരാളം ആളുകളുണ്ട്. അതൊരു വശം. പക്ഷെ അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ്, അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെ ഇവിടെ നേരിടേണ്ടി വന്ന അനീതികളും വർണ്ണവെറിയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യമില്ലായ്മയും ഒക്കെ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടാക്കിയ ചിന്ത വഴി അദ്ദേഹം സ്വന്തം ലൈഫിലാണ് പരീക്ഷിച്ചത്. അയാളുടെ ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തി ഒരു പൊസിഷണൽ പവറും ഹോൾഡ് ചെയ്തിരുന്നില്ല എന്നുള്ളത് എത്ര പേർക്കറിയാം? രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വമോ അല്ലെങ്കിൽ ഭരണപരമായിട്ട് കൊണ്ടു നടക്കുന്ന ഏതെങ്കിലും സ്ഥാനങ്ങളുടെ സൗകര്യങ്ങളോ അധികാരങ്ങളോ ഒന്നും തന്നെ ഗാന്ധിജി കൊണ്ടു നടന്നിരുന്നില്ല. അദ്ദേഹത്തിന് ആ പവർ ഉണ്ടായിരുന്നില്ല, പൊസിഷണൽ പവർ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ സ്വാധീന വലയം ഉണ്ടായിരുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്നത് പേഴ്സണൽ പവർ ആയിരുന്നു. തന്റെ ലൈഫിൽ തന്റെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഭക്ഷണം നിയന്ത്രിച്ചു. തന്റെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം മെഡിറ്റേഷൻ തുടങ്ങി. തന്റെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബ്രഹ്മചര്യം സ്വീകരിച്ചു. തന്റെ ഇമോഷനിലും തന്റെ വൈകാരികതയിലും ചുറ്റും നടക്കുന്ന സാഹചര്യങ്ങളിൽ ഒരിക്കലും അദ്ദേഹം ബ്ലെയിം ചെയ്തില്ല. അദ്ദേഹം സത്യാഗ്രഹത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ എന്റെ ഇമോഷനെ, എന്റെ വികാരത്തെ, എന്റെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് വഴി, സത്യാഗ്രഹം വഴി സ്വയമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക, സ്വന്തമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നതിലൂടെയാണ് ഗാന്ധിജി പതുക്കെയാണ് വരുന്നത്. പതുക്കെ എന്താ സംഭവിച്ചത്? ആ ഇൻഫ്ലുവൻസ്, ഈ സർക്കിൾ, ഇപ്പൊ ഗാന്ധിജിയുടെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സർക്കിളിലേക്ക് ഒന്നുകൂടെ നോക്കാം, കുറച്ചും കൂടെ നമുക്കത് ബോധ്യപ്പെടും. ഈ സർക്കിളിലേക്ക് നോക്കൂ നിങ്ങൾ. ഈ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ആ വൃത്തത്തിനകത്തേക്ക് നോക്കിയിട്ട് ഗാന്ധിജിയുടെ ജീവിതം ഒന്ന് വിലയിരുത്തി നോക്കൂ. ഒരു ചെറിയൊരു മനുഷ്യൻ, മെലിഞ്ഞുണങ്ങിയ പൊട്ടുപോലുള്ള ഒരു മനുഷ്യൻ സ്വന്തം ഇൻഫ്ലുവൻസിലേക്ക് പതുക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, സ്വന്തം ഇമോഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സത്യാഗ്രഹത്തിലേക്ക് പോകുന്നു, സ്വന്തം അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്നു, സ്വന്തം സ്വഭാവം നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യന്മാരോടൊക്കെ കരുണയോട്
പെരുമാറുന്നു. എന്നോട് ഇങ്ങോട്ട് ആരെങ്കിലും മോശമായി പെരുമാറുന്നുണ്ടോ എന്നുള്ളത് ഒരിക്കലും അദ്ദേഹം ചിന്തിക്കുന്നില്ല. മുഖത്തടിച്ചപ്പം വളരെ വൃത്തിയായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അടുത്ത മുഖവും കാണിക്കുന്നു. ബിക്കോസ് റെസ്പോൺസ് അയാൾ ചൂസ് ചെയ്യുന്നു. കൺസേൺ ഒന്നും അയാൾക്ക് പ്രശ്നമല്ല. മറ്റുള്ളവർ എന്നോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല എന്റെ പ്രശ്നം, ഞാൻ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് എന്നതുകൊണ്ട് സ്വന്തം പെരുമാറ്റത്തിലേക്ക് ഗാന്ധിജി ഫോക്കസ് ചെയ്യുന്നു. ഇങ്ങനെ ഫോക്കസ് ചെയ്തപ്പോ സംഭവിച്ചത് എന്താണ്? സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഗാന്ധി എന്ന് പറയുന്ന മെലിഞ്ഞുണങ്ങിയ ഒരു മനുഷ്യന്റെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങുന്നു. അത് ചെറിയ തന്റെ ആശ്രമം നിലനിൽക്കുന്ന ഭാഗത്തേക്കാകുന്നു, നാട്ടുകാരിലേക്കാകുന്നു. അതിങ്ങനെ വ്യാപിച്ച് കുറഞ്ഞ സമയമായപ്പോഴേക്കും ഇന്ത്യ മുഴുവൻ അതിന്റെ അനുരണനങ്ങൾ ഉണ്ടാകുന്നു. പല തുരുത്തുകളിലായി വ്യാപിച്ചു കിടന്ന, പല ഭാഗങ്ങളിലായിട്ട് ചിതറിക്കിടന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഒരു വലിയ സമരം, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിനെതിരെയുള്ള വലിയ പോരാട്ടങ്ങൾ വളരെ എളുപ്പത്തിൽ ബ്രിട്ടീഷുകാർക്ക് കീഴടക്കാൻ പറ്റിയതിന്റെ കാരണം എന്തായിരുന്നു? അതിനൊരു കേന്ദ്രബിന്ദു ഉണ്ടായിരുന്നില്ല, കേന്ദ്രീകൃത നേതൃത്വം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഗാന്ധിജി അതിനു വേണ്ടി ഒന്നും ചെയ്തില്ല. ഗാന്ധിജി സെൽഫായിട്ട് സ്വന്തം ഇൻഫ്ലുവൻസ്, സ്വന്തം സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നു, സ്വന്തം കഴിവിനെ വർദ്ധിപ്പിക്കുന്നതുമായി. പക്ഷേ ഏകദേശം 1947 ആയപ്പോഴേക്കും ഗാന്ധിജിയെ പിന്തുണച്ച് വിമർശിച്ചവരുണ്ടായിരുന്നു, കളിയാക്കിയവരുണ്ടായിരുന്നു. ലോകത്ത് അന്ന് വരെ ഒരാളും അവതരിപ്പിക്കാത്ത പ്രിൻസിപ്പിളാണ് അവതരിപ്പിച്ചത്. അക്രമവുമായിട്ട് വരുന്ന ആളുകൾക്ക്, ആയുധങ്ങളുമായിട്ട് വരുന്ന ആളുകളെ മുന്നിൽ നിന്നുകൊണ്ട് അഹിംസയുടെ മാർഗത്തിലൂടെ ഞാൻ സമരം ചെയ്യും, അക്രമം എടുക്കില്ല, ഒരാളെയും വേദനിപ്പിക്കില്ല എന്ന് പറഞ്ഞ ലോകത്തെ ആദ്യത്തെ സമര തിയറിയാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ചത്. അതിന് മുൻപുള്ള ചരിത്രത്തിൽ സമരം എന്ന് പറയുന്ന അക്രമത്തിന്റെ, ആയുധത്തിന്റെ മാർഗത്തിലൂടെ ആയിരുന്നെങ്കിൽ, അക്രമമില്ലാതെ, സമരമില്ലാതെ, ആയുധങ്ങളില്ലാത്ത ഒരു സമരം ലോകം കണ്ടത് ഗാന്ധിജിയിലൂടെ. അങ്ങനെ സമരത്തിലൂടെ വന്ന് അവസാനം അദ്ദേഹത്തെ പിൻപറ്റി ഫോളോ ചെയ്തത് 300 മില്യൺ പീപ്പിളാണ്. അതായത് 30 കോടി ജനങ്ങളാണ് ഗാന്ധിജിയെ ഫോളോ ചെയ്തത്. മരണത്തിന് ശേഷവും ഒരു സമൂഹത്തെയും ലോകത്തെയും ഇത്രയേറെ സ്വാധീനിച്ച ആധുനിക കാലഘട്ടത്തിലെ വ്യക്തികളിൽ വേറെ ഒരാളില്ല എന്ന് ചരിത്രമാണ്. കാരണം ഗാന്ധിജി കത്തിച്ചു പോയ ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ്, സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് ആണ് അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടിയിട്ട് പോരാട്ട രംഗത്തേക്ക് വന്ന മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എന്ന് പറയുന്ന വ്യക്തി തന്റെ സമൂഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉപയോഗിച്ചത്, അഹിംസയുടെ മാർഗം ഉപയോഗിച്ചത് മുഴുവൻ ഗാന്ധിജിയുടെ ആശയങ്ങളാണ്. അതിൽ നിന്ന് കുറച്ചും കൂടെ കാലം കഴിഞ്ഞപ്പോ ആഫ്രിക്കൻ സമരത്തിന് വേണ്ടിയിട്ട് പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങി ആഫ്രിക്കയ്ക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത നെൽസൺ മണ്ടേല എന്ന് പറയുന്ന വ്യക്തിയും സ്വീകരിച്ചത് ഗാന്ധിജിയുടെ അഹിംസയുടെ കലർന്ന അഹിംസയുടെ ആശയങ്ങളാണ് ആഫ്രിക്കയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നത്. അതായത് സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അത്ര ശക്തമാകുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റുക? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഡോണ്ട് ലുക്ക് അറ്റ് ദ സർക്കിൾ ഓഫ് കൺസേൺ ധാരാളമുണ്ട്, പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. ചുറ്റുഭാഗത്ത് പ്രശ്നങ്ങൾ പറയാൻ, പരിതപിക്കാൻ, കരയാൻ, നിലവിളിക്കാൻ, നിരാശപ്പെടാൻ, പേടിക്കാൻ, വിഷമിക്കാൻ, ഭയപ്പെടാൻ പ്രശ്നങ്ങൾ ചുറ്റും ഒരുപാടുണ്ട്. എസ്പെഷ്യലി ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ ഈ ഔട്ട്സൈഡ് പ്രോബ്ലംസ് ഒന്നും നമ്മുടെ കയ്യിലല്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. വി കനോട്ട് കൺട്രോൾ ഓവർ ദ കൺസേൺസ് ഔട്ട്സൈഡ്, അല്ലെ? നമുക്ക് ചുറ്റുമുള്ളതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ക്രൈസിസ് ഉണ്ട്, ജോബ് ലോസ് ഉണ്ട്, മെനി ഇഷ്യൂസ് ആർ ദെയർ ഔട്ട്സൈഡ്. ബട്ട് വി ക്യാൻ, നമ്മൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന എന്താണ്? വി ക്യാൻ ജസ്റ്റ് ലുക്ക് അറ്റ് ഇൻസൈഡ്. നമ്മുടെ ബിഹേവിയർ നമുക്ക് കൺട്രോൾ ചെയ്യാം. നമ്മളുടെ സമയം ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, അത് വേസ്റ്റ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ആരോഗ്യം എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള കൺട്രോൾ ഉണ്ട്, നമുക്കുണ്ട്. നമ്മുടെ മൈൻഡ് എങ്ങനെയായിരിക്കണം, വെദർ ഇറ്റ് ക്യാൻ ബി ഹാപ്പി, ഫിയർഫുൾ ഓർ ആൻഷ്യസ്, എങ്ങനെയാണ് നമ്മുടെ ഇമോഷൻ ഉണ്ടാക്കേണ്ടത്, അത് കൺട്രോൾ ചെയ്യാനുള്ള അവസരം, ഒരു കൺട്രോൾ മാത്രമേ നമുക്കുള്ളൂ. നമ്മുടെ ഫാമിലി ലൈഫ് അത് ഹാപ്പി ആയിരിക്കണം അല്ലെങ്കിൽ വേസ്റ്റ് ആയിരിക്കണോ, അത് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. നമ്മുടെ സ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് ഡെവലപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ഇടണോ, പേടിച്ച് നിലവിളിച്ച് ഫുൾ ടൈം ഫോണിലിരുന്ന് ഫുൾ ടൈം യൂട്യൂബിലും ടിക്ടോക്കിലും ഒക്കെ എന്റർടൈൻമെന്റിൽ സ്പെൻഡ് ചെയ്തിട്ട് തീർക്കണോ എന്നുള്ളത് ഇറ്റ് ഈസ് അവർ ചോയ്സ്. കാരണം നമ്മുടെ സ്കില്ല്, നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ റവന്യൂ, ഇതെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള അവസരം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ദിസ് ഈസ് കോൾഡ് സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ്. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ഈ ഒരു സമയത്ത്, ഈ ലോക്ക്ഡൌൺ പീരീഡിനെ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തില്
കാലഘട്ടത്തില് എങ്ങനെയാണ് നമ്മളെന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മുടെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഈ വെല്ലുവിളിയെ, ഈ ഒബ്സ്റ്റാക്കിളിനെ നമുക്ക് അതിജീവിക്കാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയുണ്ട്, ചാലഞ്ചസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം നമ്മുടെ മുന്നിൽ നിഴലിച്ചു നിൽക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. അതിനെ നേരിടാൻ വേണ്ട സംതിങ് എക്സ്ട്രാ അല്ലെങ്കിൽ എക്സ്ട്രാ എഫേർട്ട് എങ്ങനെ നമുക്ക് അറ്റൈൻ ചെയ്യാം, അല്ലെങ്കിൽ അതിലൂടെ വളരെ ഈസി ആയിട്ട് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്ന് ഗ്യാദർ ചെയ്യാം. ദിസ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ദിസ് പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിനകത്ത് എക്സ്പാൻഡ് യുവർ ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ് അല്ലെ. അപ്പൊ അതിന് വേണ്ട രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട. ഒന്ന് സെൽഫ് അവയർനെസ് ആണ്. യു ഷുഡ് നോ ഹൂ യു ആർ ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ്. ദിസ് ഇസ് വാട്ട് ഈസ് സെൽഫ് അവയർനെസ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മളുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്, നമ്മുടെ ആന്തരികമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് നടക്കുന്നു, നമ്മുടെ ചിന്തയിൽ എന്ത് നടക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ എന്ത് നടക്കുന്നു. ഇതാണ് ഒന്നാമത്തത്, സെൽഫ് അവയർനെസ് ആണ്. രണ്ടാമത്തത് സെൽഫ് ഡിസിപ്ലിൻ ആണ്. നമ്മുടെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ലോകത്ത് നടക്കുന്നത് നമുക്കറിയില്ല, ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഇൻ അവർ കൺട്രോൾ. എന്താണ് നടക്കുന്നത് നമുക്ക് ജസ്റ്റ് കേട്ടറിയാം എന്നല്ലാതെ അവിടെ നടക്കുന്നതിന് കൺട്രോൾ എടുക്കേണ്ടത് എങ്ങനെയാണ്, അതിൽ കൺട്രോൾ മെഷേഴ്സ് എങ്ങനെ കൊണ്ടുവരണം എന്നതിനെ കുറിച്ചൊന്നും നമുക്ക് യാതൊരു ധാരണയുമില്ല, അല്ലെങ്കിൽ നമുക്ക് അതിന് കൺട്രോൾ ഇല്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് we should know what is happening inside, and we can go for self discipline. ഇതിലൂടെയാണ് നമുക്ക് ഇതിനെ നേടിയെടുക്കാൻ സാധിക്കുക. അത് കുറച്ച് പോയിന്റുകളായിട്ട് ഞാൻ പറയുന്നുണ്ട്. കാരണം നമ്മുടെ ലൈഫിനെ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ we have to first control our thought അല്ലെ. നമ്മുടെ ചിന്തയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ 3 സാധനമുണ്ട്. ടി എന്ന് ഞാൻ അതിനെ വിളിക്കുക. 3 സാധനം. ടി, ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ചായയെ ടീയെ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ you can master your life. കാരണം the first one, the T is thought. നമ്മുടെ ചിന്തയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ ലോക്ക്ഡൌൺ ആണ്, ശരിയാണ്, പ്രശ്നങ്ങളുണ്ട്, ശരിയാണ്, ചാലഞ്ചസ് ആർ ദേർ എവ്രിവെയർ, റെഡിയാണ്, ഇങ്ങനെയുള്ള പല ഇഷ്യൂസും കൺസേൺസും എല്ലാം ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ശരി, നമ്മുടെ ചിന്തയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വി ക്യാൻ കൺട്രോൾ അവർ ഇമോഷൻ അല്ലെ. ചിന്തയാണ്, ഇമോഷൻ ആണ്, ആക്ഷൻ ആണ്. ഈ 3 എണ്ണമാണ് നമ്മുടെ ലൈഫിന് ഔട്ട്പുട്ട് കൊണ്ട് തരുന്നത്. സോ ഇഫ് യു ക്യാൻ കൺട്രോൾ അവർ തോട്ട്, ഡെഫിനറ്റ്ലി വി ക്യാൻ കൺട്രോൾ അവർ ഇമോഷൻ. If we are in control of our emotion, definitely, of course, we can control our action. ഈ 3 സാധനം കയ്യിലില്ലാത്തത് കൊണ്ടാണ്, ഈ 3 സാധനത്തിന്റെയും കൺട്രോൾ കയ്യിലില്ലാത്തത് കൊണ്ടാണ് എല്ലാ മനുഷ്യരും എല്ലാ കാലത്തും തകർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇതൊന്നും ചിന്തിക്കാൻ പാടില്ല, എനിക്ക് ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല, പേടിക്കേണ്ട കാര്യമില്ല, നിരാശപ്പെടേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല എന്നൊക്കെ അറിയാം. പക്ഷെ ഭയം തന്നെ ഉള്ളിലൂടെ പൊക്കൊണ്ടിരിക്കുന്നു, നിരാശ തന്നെ ഉള്ളിലൂടെ പൊക്കൊണ്ടിരിക്കുന്നു, ആൻസൈറ്റി തന്നെ ഉള്ളിലൂടെ പൊക്കൊണ്ടിരിക്കുന്നു, പേടി തന്നെ ഉള്ളിലൂടെ പൊക്കൊണ്ടിരിക്കുന്നു. Because we are not in control of our thought. ചിന്ത കൺട്രോളിൽ ഇല്ലെങ്കിൽ ഇമോഷൻസ് കൺട്രോളിൽ ഉണ്ടാവില്ല. ഇമോഷൻസ് കൺട്രോൾ ഇല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻ യാതൊരു കൺട്രോളും ഇല്ല. നമ്മൾ നമ്മുടെ ഡെയിലി ആക്ഷൻ ഒന്ന് എടുത്തു നോക്കൂ. 90% of the actions are in every 24 hours, not in a control exactly. ഒരു സാധാരണ വ്യക്തിയുടെ 24 മണിക്കൂറിലെ സമയം എടുത്തു നോക്കി കഴിഞ്ഞാൽ, സാധാരണ വ്യക്തിയാണെങ്കിൽ 90% സമയത്തും അയാൾ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കില്ല പലപ്പോഴും അയാൾ ചെയ്യുന്നുണ്ടാവുക. വലിയ കാര്യമാകാം, ചെറിയ കാര്യമാകാം. കാരണം എന്താണെന്നറിയോ, 90% സമയത്തും നമ്മൾ ആഗ്രഹിക്കുന്ന ചിന്തകളല്ല നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നത് എന്നാണ്. ചിന്തകൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇമോഷൻ നയിക്കുന്ന ഇമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ട്രൈ ടു കൺട്രോൾ യുവർ ടി. അപ്പോ ഞാൻ ഇനി പറയാൻ പോകുന്നതാണ് എങ്ങനെ നമുക്ക് നമ്മുടെ ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ്, സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള കുറച്ച് പോയിന്റുകളാണ് പറയാൻ പോകുന്നത്. ഇതെല്ലാം പലപ്പോഴും നിങ്ങൾക്ക് അറിയുന്നതാണ്, പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിലേക്ക് ഞാൻ അതിനൊന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് ഇതിനെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അരുൺ ഭായി, നമുക്ക് എത്ര സമയമാണുള്ളത്? ഇനി എത്ര സമയം എടുക്കുന്നത്? ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഹാഫ് ആൻ അവർ. ഇനി ഹാഫ് ആൻ അവർ കൂടെ നമുക്ക് പോവാം അല്ലെ? അപ്പൊ അതിനുള്ളിൽ ഞാനിത് പറയാൻ ശ്രമിക്കുന്നതാണ്. ഇൻ കേസ് തീർന്നില്ലെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാം, പിന്നീട് ഏതെങ്കിലും സമയത്ത്. ഇല്ല, നമുക്ക് കുറച്ച് ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല സാർ, നമ്മളെ കാര്യങ്ങൾ കൺവേ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ ഫൈൻ. അപ്പൊ നമ്പർ 1, റിലാക്സ് ആൻഡ് കൂൾ. നമ്പർ 1, റിലാക്സ് ആൻഡ് കൂൾ. കാരണം ഏതൊരു കാര്യത്തെ ചെയ്യണമെങ്കിലും ശരി, എന്തൊരു സംഭവത്തെ നമുക്ക് കോൺക്വർ ചെയ്യണമെങ്കിലും ശരി, കാറ്റും കോളുമുള്ള പ്രക്ഷുബ്ധമായ ഒരു കടലിലൂടെ ഒരിക്കലും തന്നെ ഒരു നല്ല സുഖകരമായ ഒരു യാത്ര സാധ്യമല്ല. പുറത്ത് പലതും സംഭവിക്കും, പക്ഷെ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ശാന്തമായിരിക്കുക. നിങ്ങൾക്ക് ഏതൊരു എക്സ്ട്രാ എഫേർട്ട് എടുക്കണമെങ്കിലും ശരി, ഏതൊരു രീതിയിൽ മുന്നോട്ട് കുതിക്കണമെങ്കിലും ശരി, ഏതൊരു രീതിയിൽ
നിങ്ങളുടെ മൈൻഡിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കുതിക്കണമെന്നെങ്കിലും ശരി, ആദ്യം ഫസ്റ്റ് യു ഹാവ് ടു റിലാക്സ്. നോയിങ് ഹൗ ടു റിലാക്സ് ഈസ് ദ ഫസ്റ്റ് കീ ഓഫ് ഹാപ്പിനെസ് ഇൻ ലൈഫ്. റിലാക്സ് ആവാൻ അറിയാത്ത ഒരാള് ലൂസിങ് ഇറ്റ്സ് ലൈഫ്, ബിക്കോസ് യു ഡോണ്ട് നോ ഹൗ ടു കോൺകർ ഇറ്റ്സ് ലൈഫ്. റിലാക്സ് ആവാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ റിലാക്സ് ആവണമെന്ന് അറിയില്ലെങ്കിൽ, യു ആർ ലിറ്ററലി ലൂസിങ് യുവർ ലൈഫ്. അപ്പോ നമുക്കറിയാം എങ്ങനെയാണ് റിലാക്സ് ആവുന്നത് അല്ലേ? Almost every entrepreneurs are, most of them are, especially those people are undergoing for a training, and usually they know how to get relaxed. അതിന് ഏറ്റവും നല്ല ടൂൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഡു മെഡിറ്റേഷൻ. ഒന്നാമത്തത് മെഡിറ്റേഷൻ ആണ്. കാരണം എല്ലാവരുടെ ഉള്ളിലും ഒരു ഗോൾഡ് ഉണ്ട്. എല്ലാവരുടെ ഉള്ളിലും ഒരു ഗോൾഡ് ഉണ്ട്. ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ഗോൾഡിനെ മൈൻ ചെയ്തെടുക്കാനുള്ള സമയമാണ്. നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള വെപ്പൺ പുറത്തെടുക്കാനുള്ള ഒരു അവസരമാണ്. ആ വെപ്പൺ പുറത്തെടുക്കണമെങ്കിൽ പുറത്ത് ഉള്ള മഡ് നമ്മൾ നീക്കണം. ഡസ്റ്റ് നമ്മൾ നീക്കിയിട്ട് വേണം നമുക്ക് അതിനെ ഡിഗ് ചെയ്ത് ആ മൈനിങ് പ്രോസസ്സിലൂടെ പുറത്തെടുക്കണമെങ്കിൽ. ആ മൈനിങ് പ്രോസസ്സിനകത്തേക്ക് കടക്കണമെങ്കിൽ വി ഹാവ് ടു ബി റിലാക്സ്. ഡു മെഡിറ്റേഷൻ എവറി ഡേ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗൈഡഡ് മെഡിറ്റേഷൻ ആവാം, എനി കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ, അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ആവാം, എനിത്തിങ് വിച്ച് മേക്ക് യു കൂൾ ആൻഡ് റിലാക്സ്. ബിക്കോസ് റിലാക്സ്ഡ് ആകുന്ന, ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യന് മാത്രമാണ് ഏത് പ്രതിസന്ധിയും കൂളായിട്ട് അതിജീവിക്കാൻ പറ്റുക. ഞാൻ എപ്പോഴും എന്റെ ട്രെയിനിങ്ങിൽ പറയാറുണ്ട്, എസ്പെഷ്യലി ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഞാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, സക്സസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. അതിന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഫോളോ ഹാപ്പിനെസ്, അല്ലെങ്കിൽ എങ്ങനെ ഹാപ്പി ആയിട്ട് ലൈഫിൽ എങ്ങനെ സക്സസ്ഫുൾ ആകാം, ഹാപ്പിനെസ്സോട് കൂടിയിട്ട് സക്സസ്ഫുൾ ആകാമെന്ന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഓൺലൈനായിട്ടും ആ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സക്സസ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. അതില് ഒരു മനുഷ്യന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീങ് ഹാപ്പിയാണ്. നമ്മൾ ഈ ചെയ്യുന്നത് എന്തിനാണ്? ബിസിനസ് ചെയ്യുന്നത് എന്തിനാണ്? ടു ബിക്കം ഹാപ്പി. നമ്മൾ കല്യാണം കഴിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഹാപ്പി ആവാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ കഷ്ടപ്പാടും സഹിക്കുന്നത് എന്തിനാണ്? വി എക്സ്പെക്ട് ദാറ്റ് വെൻ വി ഹാവ് എ ചൈൽഡ് വിൽ ബിക്കം ഹാപ്പി അല്ലെ? എല്ലാ കാര്യങ്ങളും, വീട് വെക്കുന്നതും കാറ് വെക്കുന്നതും എല്ലാം ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. ബട്ട് ഫൈനലി are we getting the same result, expected result? Most of us can say that no. ബിസിനസ് തുടങ്ങുന്നത് ഹാപ്പി ആവുന്ന പ്രതീക്ഷയിലാണ്, കോളേജിൽ പോകുന്നത് ഹാപ്പി ആവുന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. കല്യാണം കഴിക്കുന്ന ഹാപ്പി ആവുന്നുള്ള പ്രതീക്ഷയിൽ, പക്ഷെ പലപ്പോഴും മനുഷ്യന്മാരുടെ എല്ലാ ഹാപ്പിനെസ് അതോടുകൂടെ തീർന്നു പോകുന്നു. മക്കൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഹാപ്പി ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു 4-5 വയസ്സ് വരെയൊക്കെ ഒരു പരിധി വരെ നമ്മൾ ഹാപ്പിയാണ്. അത് കഴിഞ്ഞാൽ ആ മക്കളുടെ ഓരോ വളർച്ചാ ഘട്ടവും നമ്മുടെ ഹാപ്പിനെസ് ഇല്ലായ്മയാക്കിക്കൊണ്ടിരിക്കും. ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ഹാപ്പിയോ, തുടങ്ങിയാൽ നമ്മൾ ഹാപ്പിയോ എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചറിയുന്നത് പ്രതീക്ഷിച്ചതല്ല കിട്ടുന്നത്. ഓരോ ദിവസം കഴിയുന്നവരും കൂടുതൽ ടെൻഷൻ വന്നുകൊണ്ടിരിക്കുന്നു. Because we do everything to become happy, but everything is giving us a result of unhappiness. That's not the life. You have to know how to be happy. Happiness, it's not an outside business. നിങ്ങളുടെ വൈഫ് അല്ല നിങ്ങളെ ഹാപ്പി ആക്കുക, നിങ്ങളുടെ കുട്ടികളല്ല നിങ്ങളുടെ ഹാപ്പി ആക്കുക, നിങ്ങളുടെ ബിസിനസ് അല്ല നിങ്ങളുടെ ഹാപ്പി ആക്കുക. ഹാപ്പിനെസ് is not outside, this is inside. Happiness, you should know how to dig happiness inside. സോ അതിനുള്ള റിലാക്സേഷന് ഞാൻ പറഞ്ഞ പോലെ ഹാപ്പി ആയിരിക്കുക, റിലാക്സ് ആയിരിക്കുക, അതാണ് ഫസ്റ്റ്. അതിന് ഏറ്റവും നല്ല സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് നേരത്തെ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ ആണ്. വിജയൻ സാറിന്റെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മെഡിറ്റേഷനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, സ്കിപ്പിംഗ് ദിസ് പോയിന്റ്. ഓക്കെ. പിന്നെ ബ്രീത്തിങ് എക്സസൈസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? മെഡിറ്റേഷൻ ചെയ്യാം. അതുപോലെ തന്നെ കണ്ണ് തുറന്നിട്ടുള്ള പല മെത്തേഡുകളുണ്ട്. ഇങ്ങനെ ഏത് രീതിയിലാണെങ്കിൽ ശരി, റിലാക്സ് യുവർസെൽഫ്, റിലാക്സ്, ബ്രിങ് യുവർ സ്പിരിച്വൽ പവർ ഔട്ട്സൈഡ്. അത് കഴിഞ്ഞാല് ക്രിയേറ്റ് എ ന്യൂ റിയാലിറ്റി. സെക്കൻഡ്, നമ്പർ 2, ക്രിയേറ്റ് എ ന്യൂ റിയാലിറ്റി. നിങ്ങൾ വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു പുതിയ ടെക്നോളജി നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? വിർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ മനസ്സിന്റെ അപാരമായിട്ടുള്ള സാധ്യതകളെ കാണിച്ചു തരുന്ന ഒന്നാണ് ഈ വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ പലപ്പോഴും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സാംസങ്ങിന്റെയും അതുപോലെ തന്നെ ആപ്പിളിന്റെ ഒക്കെ പ്രോഡക്റ്റുകൾ വിർച്വൽ റിയാലിറ്റിയിൽ അവൈലബിൾ. ഈവൻ പലപ്പോഴും സിനിമ എന്ന് പറയുന്നതും ഇറ്റ്സ് കൈൻഡ് ഓഫ് അനദർ വിർച്വൽ റിയാലിറ്റി അല്ലെ? ഇപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമ
നമ്മൾ കാണാൻ നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു സീൻ വരുമ്പോൾ നമ്മൾ ഞെട്ടി വിറയ്ക്കുന്നു, അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന എന്തെങ്കിലും സാധനം വരുമ്പോൾ നമ്മൾ നിലവിളിക്കുന്നു. അപ്പൊ 3D സിനിമയൊക്കെ കാണുമ്പോൾ നമ്മൾ വല്ലാത്ത രീതിയിൽ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നു. ബിക്കോസ് ഇറ്റ്സ് കോൾഡ് എ വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെല്ലാം ഔട്ട്സൈഡ് റിയാലിറ്റിയാണ്, അല്ലെ? ഔട്ട്സൈഡ് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന വാർത്തകളെല്ലാം ഔട്ട്സൈഡ് റിയാലിറ്റിയിലുള്ളത്. നമുക്ക് ഇഷ്ടമുള്ളതല്ല നമ്മൾ ഔട്ട്സൈഡ് റിയാലിറ്റിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളുമല്ല ഔട്ട്സൈഡ് റിയാലിറ്റി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഇൻ അവർ ബിസിനസ്. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. വി ക്യാൻ ക്രിയേറ്റ് അവർ ഓൺ ഇൻസൈഡ് റിയാലിറ്റി. ഈ ഇമാജിനേഷൻ എന്ന് പറയുന്നതിന്റെ, ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ശക്തമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? കാരണം ലോകത്തെ എല്ലാ സാധനങ്ങളും 2 തവണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും 2 തവണ ഉണ്ടായിട്ടുണ്ട്. ലോകത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും 2 തവണ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ബിസിനസ് ആണെങ്കിലും, നിങ്ങൾ ഇപ്പൊ ആസ്വദിക്കുന്ന ലൈഫ് ആണെങ്കിലും, ഞാനിപ്പോ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതാണെങ്കിലും, ഇത് 2ാം തവണയാണ്. ഞാൻ എന്റെ കരിയർ 2.5 വർഷം മുമ്പ് ഈ കരിയറിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നത് 2ാം തവണയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കരിയർ ചൂസ് ചെയ്യുന്നത് 2ാം തവണയാണ്, അല്ലെങ്കിൽ കരിയർ എക്സ്പീരിയൻസ് എന്ന് 2ാം തവണയാണ്. ഫസ്റ്റ് ഹാപ്പൻ ഇൻ അവർ മൈൻഡ്, അല്ലെ? ഇപ്പൊ ഔട്ട്സൈഡ് റിയാലിറ്റി എന്താണെന്നുള്ളത് നമ്മുടെ കൺട്രോൾ ഒന്നല്ല. ബട്ട് നമുക്ക് നമ്മുടെ മൈൻഡിനെ ഒന്ന് പുതിയൊരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുപോയാൽ പോരെ. അതിനുള്ള ഏറ്റവും നല്ല ടൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സി ഇൻസൈഡ് മൂവീസ്. നമ്മൾ ഇമാജിനേഷൻ എന്ന് പറയും, അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ എന്ന് പറയും, ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന് പറയും. അതെന്തുമാകട്ടെ, റിലാക്സ് ആകണോ, ഹാപ്പി ആകണോ, പവർഫുൾ ആകണോ, കൂൾ ആൻഡ് റിലാക്സ് ആൻഡ് സ്പെൻഡ് ഹാഫ് ആൻ അവർ. മെഡിറ്റേഷന് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്, മെഡിറ്റേഷന് വേണ്ടിയിട്ടല്ല പറയുന്നത്. നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യുന്നു, നിങ്ങൾ എന്ത് കരിയർ ചെയ്യുന്നു, ഈ പ്രശ്നത്തിനും അപ്പുറത്തേക്ക് നിങ്ങൾ ഏത് രീതിയിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു, അത് സംഭവിക്കുന്നതായിട്ടും കൊറോണയ്ക്ക് അപ്പുറത്തുള്ള പീരിയഡ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതായിട്ട്, നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ പവർഫുൾ ആയിട്ട് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നതായിട്ട്, നിങ്ങൾ ഉണ്ടാക്കിയതിനേക്കാളും കൂടുതൽ പവർഫുൾ ആയിട്ട്, കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾ പണം സമ്പാദിക്കുന്നതായിട്ട്, നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും എത്രയോ ഇരട്ടി വിജയം നേടുന്നതായിട്ട്, നിങ്ങൾ ഒരു 1/2 മണിക്കൂറെങ്കിലും ഇരുന്നിട്ട് ക്ലോസ് യുവർ ഐസ് ആൻഡ് സീ ദ ഇന്നർ എഞ്ചിനീയറിംഗ്, see the life which you wanted to see in your life. നിങ്ങൾക്ക് നിങ്ങളുടെ ഔട്ട്സൈഡിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ലൈഫ്, നിങ്ങൾക്ക് ഈ പ്രശ്നത്തിന് ശേഷം ഏത് ലൈഫാണ് വേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ലൈഫ് ആയിരിക്കണം, ബിസിനസ്സിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ജസ്റ്റ് ബ്ലൈൻഡ് ആയിട്ട്, ഡോണ്ട് ആസ്ക് എനി ക്വസ്റ്റ്യൻ, ഡോണ്ട് ബി കൺഫ്യൂസ്ഡ്, സിറ്റ് ആൻഡ് റിലാക്സ് ആൻഡ് ക്രിയേറ്റിംഗ് ഇൻസൈറ്റ്. അയ്യോ, അപ്പൊ മാർക്കറ്റ് ഇങ്ങനെ അല്ലല്ലോ, മാർക്കറ്റ് അതാണല്ലോ ഇതാണല്ലോ. ഇറ്റ്സ് നോട്ട് യുവർ ബിസിനസ്. മാർക്കറ്റിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത പല കാര്യങ്ങളാണോ നമുക്ക് നടന്നത്? അല്ല. ബിക്കോസ് സംതിങ് ഇസ് ഹാപ്പനിങ് ഇൻ യൂണിവേഴ്സ് ബിയോണ്ട് അവർ ലിമിറ്റ്. നമ്മളുടെ കയ്യിലുള്ള ഏക യൂണിവേഴ്സൽ പവർ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് വഴി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന എഞ്ചിനീയറിംഗ് പ്രോസസ്സ് മാത്രമാണ്. സോ വി ആർ ക്രിയേറ്റിംഗ് അവർ ഫ്യൂച്ചർ. വി ആർ നോട്ട് ഡിപ്പെൻഡിങ് ഓർ വി ആർ നോട്ട് വെയിറ്റിംഗ് ടു അക്സെപ്റ്റ് someone else's reality. We are creating our own reality. So just describe. നിങ്ങൾക്ക് ഗോൾ ഉണ്ട്, വിഷ്വലൈസേഷൻ ഉണ്ട്, വിഷൻ ബോർഡ് ഉണ്ട്, ബിസിനസിനെ കുറിച്ചുള്ള പ്ലാൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അതെനിക്കും അറിയാം. But after the meditation, or after doing something, or after the wake up, you spend your half an hour, or 45 minutes, or a 1 hour to use your mind power, your inner engineering power. This is an engineering unit. This is a workshop, my dear. Imagination, it's not just a process of doing foolish thing. It's a mental workshop. It's a mental workshop. We are collecting different components together. We are creating and manufacturing our own life. This is a manufacturing unit of our life. Imagination is not just a mere practice doing a foolish exercise. No. അതല്ല. Imagination എന്ന് പറയുന്നത് ഇത് നമ്മുടെ ലൈഫിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. ലോകത്തിൽ അവൈലബിൾ ആയിരിക്കുന്ന പല വെപ്പൺസിനെയും റോ മെറ്റീരിയൽസിനെയും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വി ആർ ക്രിയേറ്റിംഗ് അവർ ഓൺ ഇന്റേണൽ റിയാലിറ്റി. വാട്ട് വി ഹാവ് മെയ്ഡ് ഇൻ അവർ ഇൻസൈഡ് ദാറ്റ് വിൽ കം ഔട്ട്സൈഡ്. ബിക്കോസ് ദിസ് വേൾഡ് ഈസ് എ ഡ്യുവാലിറ്റി. This world is simple. It's a dual. രാവും പകലും പോലെ, അകവും പുറവും പോലെ, താഴെയും മുകളിലും ഉള്ളത് പോലെ തന്നെയാണ്. In and out. What we feel inside, that will create outside. You just focus on your inner influence. You don't have any control on outer influence. You cannot control British Army. You cannot control Corona.
corona. You cannot control any economic situation outside, but you can control your inner reality. You can control your emotion, and you can control your mind, which you wanted to live. So just use this inner engineering. This is the strongest weapon we can use to make us ready to win the battle. ഇതിനു ശേഷമുള്ള യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല പവർഫുൾ ആണ്. ബിക്കോസ് our reality will become what we see inside. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് it will become our reality what we see inside. So use this inner engineering and affirmation. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ inner communication and inner engineering is the most powerful. TV കണ്ടോണ്ടിരിക്കുകയാണ് 24 മണിക്കൂറും, അവിടെ ആള് മരിച്ചു. അപ്പൊ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ടെങ്കിലും ഞാൻ ഇടക്ക് ബിസിനസ് വാർത്തകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ പോർട്ടൽസ് ഒക്കെ ഒന്ന് ഓൺ ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ വായിക്കാൻ വേണ്ടി ഫോബ്സ് ഇന്ത്യയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഓപ്പൺ ചെയ്യും. ഓക്കെ, പക്ഷെ ന്യൂസുമായി ബന്ധപ്പെട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ടാഗ് ചെയ്ത് തൂക്കിയിട്ടുണ്ടാവും എന്ത്, ഗ്ലോബലി ഇത്ര ആള് ആണ് എഫക്റ്റഡ് ആയിരിക്കുന്നത്, ഇത്ര ആൾ എഫക്റ്റഡ് ആണ്, ഇത്ര ആള് ലോകത്ത് 1,60,000 പേര് മരിച്ചു, അതല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത്ര ആൾക്ക് എഫക്റ്റഡ് ആണ്, ഇന്ത്യയിൽ ഇത്ര മരിച്ചു, കേരളത്തിൽ ഇത്ര മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ when we look at that kind of negative stimulus, what we are feeling inside, we are involving into deep negative emotions. അല്ലെ? ശരിക്കും 22 ലക്ഷത്തോളം ആളുകൾക്ക് കൊറോണ എന്ന് പറയുന്ന രോഗം ബാധിച്ചിട്ടുണ്ട് എന്ന് ശരി തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് എത്ര പേർക്ക് അറിയാം ലോകത്ത് ഒരു ദിവസം ആവറേജ് എത്ര പേര് മരിക്കുന്നുണ്ട്? ഓൾമോസ്റ്റ് കണക്ക് പ്രകാരം ഏകദേശം ഒരു 1 മില്യൺ അടുത്തോളം ആളുകൾ മരിക്കുന്നു എന്നുള്ളതാണ് പലയിടത്തായിട്ട് ഞാൻ വായിച്ചിരിക്കുന്നത്. ദർ ഇസ് നോ ഒതന്റിസിറ്റി ഇൻ ഇറ്റ്. അതുപോലെ തന്നെ അത്ര തന്നെ അല്ലെ അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ആളുകൾ ജനിക്കുകയും ചെയ്യുന്നു ലോകത്ത്. പല കാരണങ്ങൾ കൊണ്ട്, അസുഖങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആളുകൾ മരിക്കുന്നുണ്ട്. ഈ കൊറോണ എന്ന് പറയുന്ന ഈ രോഗത്ത്, അല്ലെങ്കിൽ കോവിഡ് എന്ന് പറയുന്ന രോഗം കൊല്ലുന്നവരിൽ മറ്റു പല അസുഖങ്ങൾ ഉണ്ടായി, വാർദ്ധക്യ സഹജമായിട്ടോ മറ്റു പല അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ട് തന്നെ ബാധിക്കപ്പെടുന്ന ആളുകളാണ് കൂടുതൽ മരിക്കുന്നത്. ഞാൻ അതിന് ടേക്ക് കെയർ ചെയ്യേണ്ടെന്ന് പറയുന്നില്ല, മറ്റു പല കാര്യങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ the reality is that മരിക്കുന്ന ആളുകളിൽ കൂടുതൽ ആളുകളും ഇങ്ങനെയുള്ള മറ്റു രോഗങ്ങളും കൂടെ ഉള്ള ആളുകൾ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എസ്പെഷ്യലി ഹെൽത്ത് എക്സ്പേർട്സിന്റെ പല ലേഖനങ്ങൾ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കി. പക്ഷേ ഏകദേശം 5 ലക്ഷത്തോളം ആളുകൾ ഇതിൽ നിന്ന് റിക്കവർ ആയിട്ടുണ്ട്. Have you know that? Have you heard about it? 5 ലക്ഷത്തോളം ആളുകൾ റിക്കവർ ആയി എന്ന് വരുന്ന പോസിറ്റീവ് സൈഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതിലേക്ക് തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ന് പറയുന്നത് ഞാൻ സ്ട്രോങ് ആണെന്നും ഞാൻ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഈ ഒരു പീരീഡ് കഴിയുമ്പോഴേക്കും ഐ വിൽ ബി ദ മോസ്റ്റ് ഇൻഫ്ലുവൻസിംഗ് പേഴ്സൺ ഇൻ മൈ ലൊക്കാലിറ്റി ഓർ ഇൻ മൈ ബിസിനസ് എന്ന് പറയുന്ന ഇന്നർ കമ്മ്യൂണിക്കേഷൻസ്, നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു പോകുന്ന കമ്മ്യൂണിക്കേഷൻസ് എന്താണെന്നുള്ളത് യു ഹാവ് ടു ഒബ്സർവ്. ഐ എം ആസ്കിംഗ് യു ടു നോട്ട് വാച്ച് TV or news more than half an hour in a day. ഒരു അരമണിക്കൂർ ജസ്റ്റ് ഒരു ഓവർ അപ്പ് റാപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ദിവസത്തെ ജസ്റ്റ് ഒരു ബേസിക് ഇൻഫർമേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു അരമണിക്കൂറൊക്കെ വായിക്കാം, അല്ലെങ്കിൽ കാണാം, ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് തന്നെ ഫിൽട്ടർ ചെയ്ത് കയറ്റാൻ പറ്റണം. മറിച്ച് ഇന്നർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ എപ്പോഴും സെൽഫ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ പോയിന്റിലേക്കാണ് ഞാൻ കടക്കാൻ പോകുന്നത്. Live today as your last day. Live today as your last day. നാളെ നമ്മൾ മരിക്കും എന്നുള്ളത്, ഇപ്പൊ ഇന്ന് കുറെ ആളുകൾ മരിച്ചു, അതിനെ കുറിച്ച് നമുക്കറിയാം അല്ലെ. ഇന്ന് നമ്മുടെയൊക്കെ പരിസരങ്ങളിലോ നമുക്കറിയാവുന്ന ആളുകളിലോ ഒക്കെ ഒരുപാട് ആളുകളെങ്കിലും മരിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പൊ നമ്മളോട് ദൈവം വന്നിട്ട് പറയാണ്, നാളെ കൃത്യം രാത്രി 12 മണിക്ക് നിങ്ങൾ മരിക്കും. നിങ്ങൾക്കുള്ള സമയം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ഇന്ന് ഇപ്പൊ 2 മണിയായ സമയം, അല്ലെങ്കിൽ 3 മണിയായി, അല്ലെങ്കിൽ 3:45 ആകാൻ പോകുന്നു. നാളെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു രാത്രി 12 മണിക്ക് മരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what would you feel then? ഇന്നലെ ജീവിച്ച പോലെയാണോ ഞങ്ങൾ ഇനി ജീവിക്കുക? നമ്മൾ ഓരോരുത്തരും ഇന്നലെ ജീവിച്ചതുപോലെ ആയിരിക്കും ജീവിക്കുക, ആണോ അല്ലേ? നമ്മൾ ഇന്നലെ ഒരുപാട് സമയം മൊബൈൽ ഫോണിൽ നോക്കിയിരുന്നു, ഒരുപാട് സമയം ടിക്ടോക്ക് കണ്ടിരുന്നു, ഒരുപാട് സമയം യൂട്യൂബ് കണ്ടിരുന്നു, കുറെ ഗോസിപ്പുകൾ കണ്ടിരുന്നു, കുറെ TV കണ്ടിരുന്നു, സിനിമ കണ്ടിരുന്നു, മറ്റു കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അതുപോലെ ആയിരിക്കും നാളെ എന്ന് പറയുന്ന 24 മണിക്കൂർ? അല്ല. എങ്ങനെയായിരിക്കും? more effective ആയിരിക്കും. കാരണം എന്താ? We know our seconds are limited. നമ്മൾ എന്തുകൊണ്ടാണ് മടിയന്മാരായത്? നമ്മൾ എന്തുകൊണ്ടാണ് അലസരായത്? There is no other reason other than we believe that we have more days left. അല്ലേ? ഒരുപാട് ദിവസം ഇനിയും ബാക്കിയുണ്ട്, ഒരുപാട് വർഷങ്ങൾ ഇനിയും എനിക്ക് ജീവിക്കാനുണ്ട്, ഇനിയും ഞാൻ കുറെ കാലമൊക്കെ ജീവിക്കും എന്നുള്ള കാര്യമല്ലാതെ, ചിന്തയല്ലാതെ വേറെ എന്തെങ്കിലും നമ്മളെ മടിയന്മാരാക്കുന്നതിന് കാരണമായിട്ടുണ്ടോ?
നാളെ ചെയ്യാമെന്നേ, നാളെ ചെയ്യാം, അല്ലെങ്കിൽ അടുത്തൊരു ദിവസം ആവട്ടെ, പിന്നീട് ഒരു ദിവസം ആവട്ടെ, എനിക്ക് പിന്നെ എപ്പോഴെങ്കിലും ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു കാര്യം ഹോൾഡ് ചെയ്ത് വെക്കുന്നതിന് there is no other reason other than expecting that I have more days left. എനിക്ക് ഒരുപാട് ദിവസം ഇനിയും ബാക്കിയുണ്ട് എന്നുള്ള ചിന്തയല്ലാതെ നിങ്ങളെ മടിയന്മാരാക്കുന്ന, എന്നെയും നിങ്ങളെയും ഒക്കെ മടിയന്മാരാക്കുന്നതിന് വേറെ കാരണമുണ്ടോ? No. But what will happen if you're going to die tomorrow? If I am going to die tomorrow, if this is going to be my last day in this earth, can I spend my time by wasting my time by doing something mere entertainment? No, I cannot waste my time. I can't waste my time just doing entertainment or spending my time on entertainment. No, because I know my seconds are limited. I'm going to live here only 24 hours. So I want to live this with most purposeful. ഈ ദിവസം എന്ന് പറയുന്നത്, ഇനിയുള്ള 24 മണിക്കൂർ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസമാണ്, മണിക്കൂറുകളാണ്, സെക്കൻഡുകളാണ്. അവിടെ നമുക്ക് വേസ്റ്റ് ആകുന്ന സെക്കൻഡിന്റെ വാല്യൂ മനസ്സിലാവും, അവിടെ നമുക്ക് വേസ്റ്റ് ആകുന്ന മിനിറ്റിന്റെ വാല്യൂ മനസ്സിലാകും, അവിടെ നമുക്ക് വേസ്റ്റ് ആകുന്ന ദിവസത്തിന്റെ വാല്യൂ മനസ്സിലാകും. ബിക്കോസ് we believe that there is a countdown for us. വളരെ കുറഞ്ഞ സമയം മാത്രമേ ഇനി ജീവിക്കാൻ പോകുന്നുള്ളൂ. അപ്പൊ വെറുതെ കളയാൻ നമുക്ക് സമയമുണ്ടോ? Even we are sitting in a lockdown and we can't do anything. Still we can do something. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? Believe that there is no one has any guarantee that somebody is going to live tomorrow. Is there anybody? No, my dear, I cannot. There is no guarantee that I'm going to home after this session. Nobody can assure that you are going to finish this session. So this is very, very critical. അപ്പൊ നമ്മളുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇന്ന് നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ, അതുപോലെ തന്നെ ഇന്നൊരു പക്ഷെ ലാസ്റ്റ് ഡേ ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഓരോരുത്തരുടെയും ലാസ്റ്റ് ഡേ ആവാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള എക്സ്പെക്ടേഷനോട് തന്നെയാണ്. You have to make your life with full of purpose. Don't waste our time. We cannot waste our time by doing just mere things. വളരെ ഇമ്പോർട്ടന്റ് അല്ലാതെ നോൺ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ സമയം ഒരിക്കലും തന്നെ നമുക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ഇൻ ലൈഫ്, ബെസ്റ്റ് ഹസ്ബൻഡ്, ബെസ്റ്റ് ഹ്യൂമൻ ബീയിങ്, ബെസ്റ്റ് ലവിങ് ഫാദർ, ബെസ്റ്റ് ഫ്രണ്ട്, അതുപോലെ തന്നെ ബെസ്റ്റ് ഓൺട്രപ്രനർ എല്ലാം ആകാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമാണ് ഇന്നത്തെ ദിവസം. ഇന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇന്ന് ഈ നിമിഷം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മളെപ്പോലെ തന്നെ ഇനിയും ഒരുപാട് ദിവസമുണ്ട് എന്ന് എക്സ്പെക്ട് ചെയ്ത ധാരാളം ആളുകൾ ഇന്ന് രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല എന്നുള്ളത് നമുക്ക് എത്ര പേർക്ക് അറിയാം. So ready to live today as our last day, best in relationship, best in doing things, and then you will be a hero. If we are living a life of a last day concept within few years or within few months, we can be a hero in our area, because every heroes are living in that principle. പിന്നെ ഇനി നാലാമത്തെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസ് വി ഓൾ നോ ദാറ്റ് അലൈൻ അവർ ആക്ഷൻ. നമ്മുടെ ഡെയിലി ലൈഫിലേക്കുള്ള, നമ്മളിപ്പോ ലോക്ക്ഡൌൺ ആയിട്ട് ഇരിക്കുകയാണ്, ഈ പ്രതിസന്ധി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്ത് പോലും സ്റ്റിൽ വി ക്യാൻ അലൈൻ അവർ ആക്ഷൻ ടു ഓൺലി ആക്ഷൻ, നോ ഡിസ്ട്രാക്ഷൻ. ഓൺലി ആക്ഷൻ, നോ ഡിസ്ട്രാക്ഷൻ. ഞാൻ പലപ്പോഴും നമ്മുടെ ഈ പേഴ്സണൽ അനാലിസിസിന്റെ ഭാഗമായിട്ട് 24 hours പലപ്പോഴും അനാലിസിസ് നടത്തും. ഈവൻ ഓൺട്രപ്രണേഴ്സിന്റെ അടക്കം അനാലിസിസ് നടത്തുമ്പോൾ പോലും we are doing too busy things, അല്ലെ? നമ്മൾ കുറെ കാര്യങ്ങളിൽ അങ്ങനെ ഡേ ടു ഡേ കാര്യങ്ങളിലായിട്ട് ഇങ്ങനെ ബിസിയാണ്. പക്ഷെ അതിനകത്ത് പോലും പലപ്പോഴും മൈന്യൂട്ട് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും പർപ്പസ്ഫുൾ അല്ലാത്ത ധാരാളം സമയങ്ങൾ നമ്മൾ വേസ്റ്റ് ചെയ്യുന്നുണ്ടെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെയിലി ഇപ്പൊ ഈ ലോക്ക്ഡൌൺ പീരീഡിലാണെങ്കിൽ പോലും നമ്മുടെ ആക്ഷൻസ് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. വാട്ട് ആർ യു ഡൂയിങ് ഇൻ ദിസ് ലോക്ക്ഡൌൺ പീരീഡ് ആൻഡ് ഹൗ മെനി അവേഴ്സ് വി ആർ വേസ്റ്റിംഗ് ഇൻ അവർ ലൈഫ്. ഈ ദിവസത്തിൽ പോലും നമ്മൾ എത്ര മണിക്കൂറുകളാണ് വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കിയിട്ട് ആക്ഷൻ ആൻഡ് ഡിസ്ട്രാക്ഷൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. നമ്മൾ ചെയ്യുന്ന കാര്യത്തെ 24 മണിക്കൂറിനകത്ത് നമ്മൾ 6 മണിക്കൂർ ഉറങ്ങുന്നു, അല്ലെങ്കിൽ 5 മണിക്കൂർ ഉറങ്ങുന്നു, 8 മണിക്കൂർ ഉറങ്ങുന്നു, ദാറ്റ്സ് ഫൈൻ, ബിക്കോസ് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ യുവർ ഹെൽത്ത് ആൻഡ് ഇമോഷണൽ നെസസിറ്റി. വി നീഡ് ടു ഹാവ് എ സൗണ്ട് സ്ലീപ്പ്. അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമ്മൾ എത്ര സമയം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്? ആക്ഷൻ ഓർ ഡിസ്ട്രാക്ഷൻ? ആക്ഷൻ മീൻസ് സിംപ്ലി, ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനോ നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ സൊസൈറ്റിക്കോ വാല്യൂ ചെയ്യാൻ പറ്റുന്ന, വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന
എന്ത് കാര്യങ്ങളിലെങ്കിലും നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നുവെങ്കിൽ, ഒന്ന് നമ്മുടെ ലൈഫിനാകാം, നമ്മുടെ ഫാമിലിക്കാകാം, നമ്മൾ ചുറ്റുമുള്ള സമൂഹത്തിനാകാം, ബിസിനസ്സിനാകാം, വട്ട് എവർ ഇറ്റ് ഈസ്, വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആക്ഷൻ. നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ സമൂഹത്തിനോ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് മീൻസ് അതൊരു അപ്ഡേറ്റഡ് എന്റർടൈൻമെന്റ് അല്ല. എല്ലായ്പ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. പലപ്പോഴും നമുക്ക് റിലാക്സ്ഡ് ആകാം, ഒന്ന് എൻജോയ് ചെയ്യാം, ചിരിക്കാം, അതും. പക്ഷെ നമ്മുടെ ഇമോഷണൽ വാല്യൂ അവിടെ കൂടുന്നുണ്ട്. ഇതൊന്നുമല്ലാത്ത വെറുതെ സമയം കളയുന്നുവെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഡിസ്ട്രാക്ഷൻ എന്നും പറയാം. അപ്പൊ ഈ രീതിയിൽ നിങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് എത്ര സമയം, എത്ര മണിക്കൂർ നമ്മൾ ആക്ഷനിൽ ഫോക്കസ്ഡ് ആണ്, ഡിസ്ട്രാക്ഷനിൽ ഫോക്കസ്ഡ് ആണ്. ജസ്റ്റ് മേക്ക് എ ലിസ്റ്റ് ഔട്ട്. എന്നിട്ട് ഡിസ്ട്രാക്ഷന്റെ കൗണ്ട് സമയം കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് ഇതിനെ അലൈൻ ചെയ്യുക. അതിന് നമുക്ക് ഏറ്റവും നല്ലൊരു പ്രിൻസിപ്പിൾ ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ബ്രയൻ ട്രാസി എന്ന് പറയുന്ന ഒരു 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 ഓഥർ ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പുസ്തകത്തിൽ ഒന്നാണ് ഈറ്റ് ദ ഫ്രോക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് വളരെ രസകരമായ ഒരു പ്രിൻസിപ്പിൾ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നമ്മുടെ ഓരോ ദിവസത്തെയും ലൈഫിൽ ഓരോ ദിവസവും നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ എഫക്റ്റീവ് ആകാതെ പോകുന്നത്, അല്ലെങ്കിൽ ലൈഫിൽ പലപ്പോഴും എഫക്റ്റീവ്നെസ് കുറഞ്ഞു പോകാനുള്ള കാരണങ്ങളിൽ ഒന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോൺ എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ സമയത്തിന്റെ ഭൂരിഭാഗം സിംഹഭാഗം സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. 24/7 നമ്മുടെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഭൂരിഭാഗം സമയത്തും വളരെ സിമ്പിൾ ആയിട്ടുള്ള നോൺ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നോൺ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, നമ്മുടെ ലൈഫിന് ആവശ്യമുള്ളതായിരിക്കാം. നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ അല്ലെങ്കിൽ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലെ കാര്യങ്ങളിൽ തന്നെ ഇമ്പോർട്ടന്റ് അല്ലാത്ത കുറെ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഫോണിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യം തന്നെയാണ്, പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അപ്പൊ ബ്രയൻ ട്രാസി അദ്ദേഹത്തിന്റെ വളരെ രസകരമായുള്ള പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഈ മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. അത് കുറച്ചും കൂടെ ഹാർഡ് ആയിരിക്കും. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാല്യൂ തരുന്ന ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആ കാര്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് എല്ലാത്തിനേക്കാളും കൂടുതൽ ഹാർഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് ഏറെയുള്ള കാര്യമായിരിക്കും. ആ ബുദ്ധിമുട്ട് ഏറെയുള്ള കാര്യം ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ പലരും ചെയ്യുന്ന എന്താണ്, യു വിൽ കീപ് ഇറ്റ് അവേ ആഫ്റ്റർ സം ടൈം. നമ്മൾ ആദ്യം ചെയ്യുക എന്താണ്, വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുന്നതാണ്. ആ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ പക്ഷെ ഇമ്പോർട്ടന്റ് ഒരു പരിധി വരെ അതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും. എന്നിരുന്നാലും ആവശ്യമുള്ള കാര്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങൾ, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്തു പോകും. അവസാനം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള കാര്യം അവിടെ കിടക്കും, നമുക്ക് അന്ന് ചെയ്യാനില്ല, നാളെ ചെയ്യാമെന്ന് വിചാരിക്കും. നമ്മൾ വിചാരിക്കും അയ്യോ എന്നാലും ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തല്ലോ എന്ന് വിചാരിക്കും. അത് നമ്മൾ അങ്ങനെ ഓരോ ദിവസം 2 ദിവസമൊക്കെ ആയിട്ട് പോകും. പക്ഷെ അൾട്ടിമേറ്റ്ലി നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടോട്ടൽ നമ്മുടെ ലൈഫിന്റെ വാല്യൂ പ്രൊപ്പോർഷൻ എടുത്ത് നോക്കുമ്പോൾ വാല്യൂ വൈസ് നമ്മൾ പലപ്പോഴും വലിയൊരു വാല്യൂ നമ്മുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും, നമ്മൾ സർവൈവ് ചെയ്തിട്ടുണ്ടാകും, നമ്മുടെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാകും, നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഇപ്പൊ പോകുന്ന കാര്യങ്ങൾ നിലനിൽക്കാനുള്ള കുറെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല, ബിക്കോസ് ഇറ്റ്സ് നീഡ് മോർ എഫേർട്ട് ആൻഡ് മോർ ടൈം. അപ്പൊ നമ്മളതിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകും. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ലോക്ക്ഡൌൺ പീരീഡ് കഴിയുമ്പോൾ പോലും എന്ത് വാല്യൂ പ്രൊപ്പോർഷൻ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കിത് കാണാൻ പറ്റില്ല. കാരണം ഏതൊരു ബിസിനസിന്റെയും അടിത്തറ എന്ന് പറയുന്നത് ഒരു ഓൺട്രപ്രണർഷിപ്പ് തന്നെ. ഓൺട്രപ്രണർ ആണ്, അല്ലെങ്കിൽ ബിസിനസ്സുകാരനാണ്. അപ്പൊ ബിസിനസ്സുകാരന്റെ എഫക്റ്റീവ്നെസ് ആണ് ബിസിനസിന്റെ എഫക്റ്റീവ്നെസ് ആയിട്ട് മാറുക. അല്ലെങ്കിൽ ബിസിനസിന്റെ വളർച്ച പോലും ബിസിനസ്സുകാരന്റെ മെന്റൽ ആൻഡ് ഇമോഷണൽ കപ്പാസിറ്റിയുടെ വളർച്ചയ്ക്ക് ആനുപാതികമായിട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ വാല്യൂ പ്രൊപ്പോർഷൻ വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഓരോ ദിവസത്തെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ വാല്യൂ തരുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും എഴുതി വെക്കുക. എന്നിട്ട് ഏറ്റവും കൂടുതൽ വാല്യൂ തരുന്നത് ഒന്ന്, അതിനേക്കാളും കുറച്ച് വാല്യൂ കുറവുള്ളത് അടുത്തത്, അതിനേക്കാളും കുറച്ച് കുറവുള്ളത് അടുത്തത്, അതിനേക്കാളും കുറച്ച് കുറവുള്ള അടുത്തതായിട്ട് ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കൂ. ഞാൻ പറയുന്നത് ടു ഡു ലിസ്റ്റ് അല്ല. ഞാൻ പറയുന്നത് ഓരോ ദിവസത്തെയും പ്രെയർ ടൈമിംഗ് പ്ലാനിനെ കുറിച്ചല്ല. പലരും ധരിച്ചു വെക്കും, അയ്യോ ഞാൻ ഇത് എല്ലാ ദിവസവും ചെയ്യാറുണ്ടല്ലോ, നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കാറുണ്ടല്ലോ, ഇതല്ല ഞാൻ പറയുന്നത്. നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വെക്കുന്ന സ്ഥിരം ശീലത്തെ കുറിച്ചല്ല. അതിനകത്ത് ടെലിഫോൺ ബില്ല് അടക്കുന്നുണ്ടാവും, സുഹൃത്തിന് വിളിക്കുന്നുണ്ടാകും, അങ്ങോട്ട് പോകുന്നുണ്ടാവും, ഇങ്ങോട്ട് പോകുന്നുണ്ടാവും, ഇതൊന്നുമല്ല. മറിച്ച് നിങ്ങൾ ചെയ്തു വെക്കേണ്ടതും എഴുതി വെക്കേണ്ടത് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ലിസ്റ്റാണ്.
നിങ്ങൾ നാളെ ചെയ്യേണ്ട കാര്യങ്ങളിൽ നിങ്ങളുടെ ലൈഫിനോ നിങ്ങളുടെ കുടുംബത്തിനോ നിങ്ങളുടെ സമൂഹത്തിനോ മോസ്റ്റ് വാല്യുബിൾ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? അത് ആദ്യം എഴുതി വെക്കുക. അതിനേക്കാളും വാല്യൂ കുറഞ്ഞു വാല്യൂ ബേസ്ഡ് നിങ്ങളുടെ ഡെയിലി ആക്ഷൻ പ്ലാനിനെ നിങ്ങൾ റിവൈസ് ചെയ്യുക. ഡെയിലി ആക്ഷൻ പ്ലാനിനെ വാല്യൂ ബേസിൽ റിവൈസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഇതിന് ബ്രയൻ ട്രാസി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിന് നിങ്ങൾ ഏറ്റവും വാല്യൂ ഉള്ള സാധനത്തിന് അല്ലെങ്കിൽ വാല്യൂ ഉള്ള സാധനത്തിന് നിങ്ങൾ തവളകളായിട്ട് കണക്കാക്കുക. തവള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡീൽ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത, കാണാൻ അറപ്പുളവാക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരു സാധനമാണെന്ന് വിചാരിക്കണം. അത് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ലൈഫിലൊക്കെ വാല്യൂ ഉള്ള കാര്യത്തിനോടുള്ള നമ്മുടെ മെന്റൽ അപ്രോച്ചും അത് തന്നെയാണല്ലോ. ഒരു തവളയെ കാണുന്ന പോലെ തന്നെയാണ്. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്ക് ചെയ്യാൻ വലിയ മൂടില്ല, ഇഷ്ടമല്ല, കാണുമ്പോൾ ഒരു വല്ലാത്തൊരു അറപ്പ് അനുഭവപ്പെടുന്ന ഒരു ഫീലാണ്. ഇത് തന്നെയാണ് ഇവിടെയും ബ്രയൻ ട്രാസി നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ലിസ്റ്റ് ഇവർ തവളയാണെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ധാരാളം തവളകളെ കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഒന്നിലേറെ വാല്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നാളെ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ധാരാളം തവളകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ തവള ഉണ്ടെങ്കിൽ നമ്മൾ ഏത് തവളയാണ് ആദ്യം തിന്നേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഗ്ലിയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വൃത്തികെട്ട തവളയെ ആദ്യം കഴിക്കും. ഏറ്റവും വൃത്തികെട്ട തവള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ഏറ്റവും പ്രയാസമുള്ള, എന്നാൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സാധനം എന്താണ്? അതിന് ആദ്യം കഴിക്കുക. നിങ്ങൾക്കൊരു 4 തവളയെ തിന്നാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് തവളയെ കഴിക്കണമെന്ന് വിചാരിച്ചാൽ അതിൽ ഏറ്റവും വൃത്തികെട്ട അഗ്ലിയസ്റ്റ് ആയിട്ടുള്ള, കാണാൻ ഏറ്റവും അറപ്പുളവാക്കുന്ന തവളയെ ആദ്യം കഴിക്കാം. ബാക്കിയുള്ള കുറച്ചും കൂടി ഈസി ആയിട്ട് മാറും. ഇനി നമ്മൾ ജീവനുള്ള തവളയാണ് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാലോ, അതിനകത്ത് അതേ ഒരു പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്. ജീവനുള്ള തവളയാണ് നമുക്ക് കഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, ജീവനുള്ള തവള ഒരുപാട് സമയം അവിടെ നിൽക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അത് ചെയ്യാനുള്ള സമയം ഒരുപാട് നമുക്ക് ഉണ്ടാകില്ല. നമ്മളെ വെയിറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്ത് ഗോൾ അടിക്കുകയും ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണം? ജീവനുള്ള തവളയായിട്ട് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ ജീവനുള്ള തവളയെ ഒരുപാട് സമയം നമുക്ക് പ്ലേറ്റിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും അക്ലിയസ്റ്റ് ആയിട്ടുള്ളതിന് കാണുക, വായിലിടുക. ക്ലിയർ ആയോ? ഈ തവള എന്നുള്ള ഒരു ടെർമിനോളജി യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമുക്ക് ഇതിപ്പം നമ്മുടെ ലൈഫിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാധനത്തെ വളരെ എളുപ്പത്തിൽ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക എന്നുള്ളത്. അപ്പൊ വാല്യൂ ബേസ്ഡ് ആണ് നമ്മുടെ ഡെയിലി അജണ്ട തീരുമാനിക്കേണ്ടത്, ടൈം ബേസ്ഡ് അല്ല, ആക്ടിവിറ്റി ചെയ്യാനുള്ള എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലും അല്ല. നമ്മൾ പലപ്പോഴും, ഞാൻ അടക്കമുള്ള ഒരുപാട് ആളുകൾ നമ്മളൊക്കെ ഡെയിലി പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയ്യാനുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഫില്ല് ചെയ്യും. അവസാനം രാത്രി വെച്ച് വന്ന് നോക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ടാകും, ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി അതല്ല നമ്മുടെ ഡെയിലി ആക്ഷൻ പ്ലാനിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെക്കുക എന്നുള്ളത്. പിന്നെ വളരെ ഈസി ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഡെവലപ്പ് യുവർ ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഏരിയ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു ഗാന്ധിജിയുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മുടെ ഏരിയ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ റീറൈറ്റ് ഓർ സ്ക്രിപ്റ്റ് അല്ലേ? നമ്മുടെ ലൈഫിനെ റീറൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ നോളജ് വർദ്ധിപ്പിക്കും. ഇപ്പൊ ലോക്ക്ഡൌൺ പീരീഡിലാണ്. ഈ ലോക്ക്ഡൌൺ പീരീഡിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാം, ഒരു പുസ്തകം, മിനിമം ഒരു പുസ്തകമെങ്കിലും സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് തന്റെ ഏരിയയിൽ വായിച്ച ആളുകളൊന്ന് യെസ് ടൈപ്പ് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്തേ. അൻസാരി ബിസ്കറ്റ്, യെസ്. പിന്നെ വേറെ ആരൊക്കെ ആയിട്ടുണ്ട്? എല്ലാ മെസ്സേജുകളും എനിക്ക് വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. യെസ്, മെനി പീപ്പിൾ ആർ വെരി ഗുഡ്. ഓക്കെ, ഒരുപാട് ആളുകൾ പുസ്തകം വായിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോക്ക്ഡൌൺ പീരീഡിനെ നമുക്ക് നിലവിളിച്ചുകൊണ്ട് ചെയ്യാം. പക്ഷെ ഇത് നൽകുന്ന ഒരു ഏറ്റവും വലിയ അവസരമല്ല പഠിക്കാനുള്ള അവസരം എന്ന് പറയുന്നത്. ഇത്രയും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലൈഫിലേക്ക് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കും. ഒരു 15 വയസ്സ് അല്ലെങ്കിൽ ഒരു 15 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നീ ഒന്നും ചെയ്യാതെ ചുമ്മാ വീട്ടിലിരിക്കൂ എന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ചുമ്മാ വീട്ടിലിരുന്ന് കഴിഞ്ഞാലും ഒന്നും പറയാത്തൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പുതിയ 1-2 പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം പുസ്തകങ്ങൾ വായിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു ഞാൻ. പക്ഷെ പലപ്പോഴും തിരക്കിനിടയിൽ വളരെ വേണ്ടത്ര സമയം വായിക്കാൻ പറ്റില്ല. പലപ്പോഴും ഒരു മാസത്തിൽ 1 അല്ലെങ്കിൽ 2 പുസ്തകങ്ങളാണ് പരമാവധി വായിച്ചു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ലോക്ക്ഡൌൺ പീരീഡിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ ഒരു പുസ്തകം അല്ലെങ്കിൽ 1.5 പുസ്തകം വരെ വായിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നോളജിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് ഇതിനെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വെറുതെ നിലവിളിക്കാം അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാം. അതുപോലെ തന്നെ ഡെവലപ്പ് യുവർ സ്കിൽ. നമ്മുടെ ഓരോ കഴിവുകൾ, ഇപ്പൊ ഞാൻ ഇതിനകത്ത് സ്പെൻഡ് ചെയ്തെന്ന് വെച്ചാൽ എന്റെ
ഭാഷ, അതല്ലെങ്കിൽ എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, എന്റെ ടൊണാലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഒഴുക്കോട് കൂടിയിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങൾ, എസ്പെഷ്യലി ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതിനുള്ള ട്രെയിനിങ്ങൾ, ഇതൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ മുമ്പുള്ളതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ എന്നെ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സൈഡിൽ കുറെ കാര്യങ്ങൾ, ഫൈനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ അവസരങ്ങൾ എനിക്ക് കിട്ടുന്നു. അപ്പൊ നമ്മൾ ബിസിനസിനെ കുറിച്ച്, ബിസിനസ്സിൽ നമ്മൾ എല്ലാവരും ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ബിസിനസ്സിലെ എല്ലാ ഏരിയയിലും നമ്മൾ എക്സ്പേർട്ട് അല്ല. പക്ഷെ നമ്മൾ ഒന്നുകിൽ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ എക്സ്പേർട്ട് ആയ കാര്യത്തിൽ കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിന് കൂടുതൽ എക്സ്പെർട്ടൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരു ഓൺട്രപ്രണർ എന്ന രീതിയിൽ ജനറൽ ആയിട്ട് ബിസിനസ്സിന് എല്ലാ കാര്യങ്ങളും ഓവർവ്യൂ ചെയ്യുന്നതിനും, അതുപോലെ തന്നെ പോസ്റ്റ് കൊറോണ എന്ന് പറയുന്നത് നമ്മളൊരു പക്ഷെ പ്രതീക്ഷിക്കുന്ന മാർക്കറ്റ് ആയിരിക്കില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളേറെ ചാലഞ്ച് ഉണ്ടാകാം, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളേറെ അവസരങ്ങൾ ഉണ്ടാകാം. ഏത് രീതിയിൽ ഇതിനെ നേരിടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ്സുകാരൻ എന്ന രീതിയിൽ ഓരോ ബിസിനസിന്റെയും ഓരോ ആംഗിളിനെയും ഓവർവ്യൂ ചെയ്യാൻ പഠിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പുതിയ പുതിയ സ്കില്ലുകൾ പഠിക്കാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്കിതിന് മാറാം. കാരണം നമ്മുടെ കയ്യിലുള്ള ആയുധത്തിന് കൂടുതൽ ശക്തി ഉണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള ആയുധത്തിന് ഏറ്റവും കൂടുതൽ കരുത്തുണ്ടെങ്കിൽ, we can still break any mountain because we are the person can influence and expand our capacity. കാരണം അത് മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. സ്വന്തം കഴിവിനെയും സ്വന്തം എനർജിയെയും സ്വന്തം ഇൻഫ്ലുവൻസിനെയും മുന്നോട്ട് നയിക്കാനും അതല്ലെങ്കിൽ ശക്തിപ്പെടുത്താനും ലോകത്ത് കഴിയുന്ന ഒരേ ഒരു ജീവി എന്ന് പറയുന്നത് മനുഷ്യൻ മാത്രമാണ്. അപ്പൊ നമ്മുടെ ഡെയിലി ഹാബിറ്റിനെ നമുക്ക് മാറ്റിയെടുക്കാം. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മുടെ എനർജി എന്ന് പറയുന്നത്. ഈ ഒരു ഇതിനകത്ത് ഞാനിപ്പോ ഈ ഒരു ലോക്ക്ഡൌൺ എന്റെ പേഴ്സണൽ ലൈഫിന് മാത്രമാണ് കുറച്ചുകൂടെ ഞാൻ റെഫർ ചെയ്യുന്നത്. കാരണം വേറെ ആരുടെയും എനിക്ക് കാണാൻ പറ്റും. നമ്മൾ ഓരോരുത്തർ നമ്മളുടെ ലൈഫിലൂടെ എക്സ്പീരിയൻസ് പോകുന്നു. ഇതിന് ഞാൻ ഇവിടെ ഈ ഒരു ലോക്ക്ഡൌണിലേക്ക് വന്ന സമയത്തിന് ഞാൻ ആദ്യം തന്നെ എടുത്തൊരു പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാല് 3 മുതൽ 5 കിലോ വരെ കുറയ്ക്കുമെന്നുള്ളതായിരുന്നു. ഇപ്പൊ ഏകദേശം 2.5 കിലോ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് വയറില്ല എങ്കിലും കുറച്ചൊക്കെ വയറുണ്ടായിരുന്നു. അതൊക്കെ പൂർണ്ണമായിട്ട് തന്നെ കുറയ്ക്കാൻ പറ്റി. അതുപോലെ തന്നെ പറ്റുവാണെങ്കിൽ ഇതൊക്കെ ഒരു മെയ് 3 ആകുമ്പോഴേക്കും ഒരു 6 പാക്ക് ഒക്കെ ആക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്നത്. ബിക്കോസ് അവർ എനർജി, നമ്മുടെ ഫിസിക്കൽ എനർജി അതിശക്തമാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ ലൈഫിനകത്ത് ഇത്രയും എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന സമയമൊന്നും കിട്ടില്ല. വളരെ സിമ്പിൾ ആണ്. കാരണം എന്താ, നമ്മുടെ ഫിസിക്കൽ എനർജി ചെയ്യാന്ന് പറഞ്ഞാൽ മസിൽ ഉണ്ടാക്കുക എന്നത് മാത്രമല്ല, മറിച്ച് കുറെ ഹാപ്പി ആയിട്ടുള്ള ഹോർമോൺസിന്റെ പ്രൊഡക്ഷനും നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷനും ശരീരത്തിന്റെ കാര്യങ്ങളൊക്കെ ബാലൻസ് ആകുമ്പോൾ അത് നമ്മുടെ മൈൻഡിനെയും കൂടുതൽ ഹാപ്പി ആക്കുന്നതിന് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആണ്. അത് നല്ലൊരു അവസരമായിട്ട് എടുക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ഇനി കടക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് 6ാമത്തെ ഏരിയ എന്ന് പറയുന്നത് ആൾട്ടർ യുവർ ഗോൾ എന്നുള്ളതാണ്. നമ്മൾ ബിസിനസ്സിൽ ധാരാളം ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, കരിയറിൽ ധാരാളം ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ലോകത്ത് ഇതുവരെ നമ്മൾ ലോകത്ത് വിളിച്ചിരുന്നത് 2ാം ലോക മഹായുദ്ധത്തിന് മുൻപും ശേഷവും എന്നാണെങ്കിൽ ഇനി വിളിക്കാൻ പോകുന്നത് പ്രീ കൊറോണ അല്ലെങ്കിൽ പോസ്റ്റ് കൊറോണ എന്ന രീതിയിൽ തന്നെയാണ്. കാരണം ലോകത്തിന് ഒന്നടങ്കം ഇതുപോലെ എഫക്ട് ചെയ്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ക്രൈസിസിലൂടെ ലോകം ഇതുവരെ കടന്നു പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോൾ, ഇതുവരെ പ്ലാൻ ചെയ്ത ഗോളിനകത്ത് ധാരാളം ചേഞ്ചസുകൾ വേണ്ടിവരും. അത് ബിസിനസ്സിലാണെങ്കിലും കരിയറിലാണെങ്കിലും വേണ്ടിവരും. എന്റെ ഗോളിലുണ്ട്, നിങ്ങളുടെ ഓരോരുത്തരും ഗോളിലുണ്ട്, ബിസിനസ് ഗോളിലുണ്ട്. അപ്പൊ കൃത്യമായിട്ടും നിങ്ങൾ ഗോൾ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അനലൈസ് ചെയ്യാനും റിസർച്ച് ചെയ്യാനും സമയം കണ്ടെത്തുന്നതോടൊപ്പം തന്നെ അതിനെ ആൾട്ടർ ചെയ്യാനും കൂടെ സമയം കണ്ടെത്തണം. ബിക്കോസ് ദ പവർ ഓഫ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അതേ രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത ഗോളിലേക്ക് വാശി പിടിച്ച് പോകുക എന്ന് പറയുന്നത് ഇവിടെ ബുദ്ധിയല്ല, മറിച്ച് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കൃത്യമായുള്ള പഠനത്തിലൂടെ എക്സ്പേർട്ട് ഒപ്പീനിയനിലൂടെ ഫ്ലെക്സിബിൾ ആകാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന എന്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയ ഒരു സംഭവമാണ് നോ യുവർ പീക്ക് ടൈം എന്ന് പറയും. കാരണം പലപ്പോഴും എല്ലാവരും പറയാറുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ആളുകളൊക്കെ പറയാറുണ്ട്, ഏറ്റവും മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ടൈം ഓരോ മനുഷ്യന്റെയും രാവിലെയാണ് എന്ന് പറയാറുണ്ട്. ഒരുപാട് പല അനാലിസിസുകളും അതുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തി. ഞാനിപ്പോ അതിന്റെ ഒരു റിസർച്ചിലും കൂടിയാണ്. ഏറ്റവും നല്ല പീക്ക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലേക്ക് ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള അവസരങ്ങളുണ്ട്. രാവിലേക്ക് ഏറ്റവും ഫ്രഷ് ആണ്, എഫക്റ്റീവ് ആണ്, എല്ലാം ശരിയാണ്. കൂടുതൽ ആളുകളുടെയും എഫക്റ്റീവ് ടൈം എന്ന് പറയുന്നത് രാവിലെ തന്നെയാണ്. ഒരു 4 മണിക്ക് അല്ലെങ്കിൽ 4:30 മണിക്ക് 5 മണിക്ക് മുമ്പായിട്ട് എഴുന്നേൽക്കുക, പ്രഭാത കൃത്യങ്ങളിലും പ്രാർത്ഥനകളൊക്കെ ചെന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്, മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഏറ്റവും രാവിലെ തന്നെയാണ്. പക്ഷെ എല്ലാവരുടെ കേസിലും ഇതല്ല എന്ന് ഞാൻ കുറെ ആളുകളുടെ ലൈഫിനെ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. പ്രത്യേകിച്ചും എന്റെ ലൈഫിനെ ഞാനൊന്ന് അനലൈസ് ചെയ്തപ്പോഴും എനിക്ക് മനസ്സിലായ സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് രാവിലെ അത്ര മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ടൈം ആയിട്ട് എനിക്ക് അനുഭവപ്പെടാറില്ല.
എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ടൈമായിട്ട് എനിക്ക് രാവിലെ എന്ന് പറയുന്ന സമയം അനുഭവപ്പെട്ടില്ല. എല്ലാവർക്കും അങ്ങനെയാണെന്ന് പറയില്ല. കൂടുതൽ ആളുകൾക്ക് പഠനം വ്യക്തമാക്കുന്നത് രാവിലെയാണ് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ടൈം. രാവിലെയാണ്, ഏർലി മോർണിംഗ് ആണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. പക്ഷെ വളരെ കുറച്ച് ആളുകൾക്കെങ്കിലും അതല്ല എന്നുള്ളതാണ് എന്റെ ഒരു പഠനത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ട ഒരു സംഭവം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു എഫക്റ്റീവ് ടൈം എന്ന് പറയുന്നത് ഒരു വൈകുന്നേരം ഒരു ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ രാത്രി ഒരു 12 മണി വരെ നിൽക്കുന്ന സമയമാണ് എന്റെ ബ്രെയിനും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് കൂടുതൽ ഫോക്കസോട് കൂടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലാണെങ്കിലും ഞാൻ ചെയ്യുന്ന പഠനങ്ങളിലാണെങ്കിലും എനിക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്ക് 2 മണിക്ക് ശേഷമാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിനെ നിങ്ങളുടെ ഒരു 24/7 നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ ഫുൾ എനർജറ്റിക് ആയിട്ട് മറ്റുള്ള ആളുകൾ പറയുന്നതിനനുസരിച്ച് മാത്രമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, അയ്യോ ഞാനും രാവിലെയാണ് എന്ന് പറയാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണെന്ന് പറയാൻ നിൽക്കണ്ട. മറിച്ച് നിങ്ങളുടെ ലൈഫിനെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. നമ്മുടെ ലൈഫിനെ ഒബ്സർവ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏറ്റവും ഹാർഡായിട്ടുള്ള ടാസ്ക് നിങ്ങൾ ഈ സമയങ്ങളിൽ എല്ലാം ഒന്ന് ചെയ്ത് നോക്കി. ഇത് കണ്ടെത്താനുള്ള വളരെ ഈസി ആയിട്ടുള്ളൊരു ഏതോ മൈക്ക് ഓണെന്ന് തോന്നുന്നു അല്ലെ, ഡിസ്ട്രാക്ഷൻ ഉണ്ടോ? ഓക്കെ ഫൈൻ. നമ്മളെ പീക്ക് സമയത്ത് നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം നിങ്ങൾ എല്ലാ സമയത്തും ഒന്ന് ചെയ്തു നോക്കാൻ നോക്കൂ. ഏത് സമയം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ എനർജി തോന്നുന്നത്? ഏത് സമയം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് തോന്നുന്നത്? ഏത് സമയം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഡിസ്ട്രാക്ഷനിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുന്നതെന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പീക്ക് ടൈം അനാലിസിസ് നടത്തിയിട്ട് ആ പീക്ക് ടൈം സ്ട്രാറ്റജി തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്റെ ലൈഫിൽ പലപ്പോഴും ഞാൻ പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ശരി, ഞാൻ ഇപ്പൊ ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പീക്ക് ടൈം സ്ട്രാറ്റജി ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മുഴുവനും ഉച്ചയ്ക്ക് ശേഷം ഒരു 2 മണി മുതൽ രാത്രി 12 മണി വരെയാണ് എന്റെ ഏറ്റവും പീക്ക് ടൈമാണ്. ഈ സമയത്ത് യാതൊരു ഡിസ്ട്രാക്ഷനും ഞാൻ വീണു പോകുന്നില്ലെന്ന് മാത്രമല്ല, എല്ലാ സമയം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പവർഫുൾ ആയിട്ട് ഹൈ എനർജിയിൽ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നു. ഇതെല്ലാവരുടെയും ഈ സമയം തന്നെ ആവണമെന്നില്ല. ഞാൻ എന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. യു ഡു യുവർ പേഴ്സണൽ അനാലിസിസ് ആൻഡ് സ്പെൻഡ് യുവർ ടൈം. ബിക്കോസ് നിങ്ങൾക്ക് പീക്ക് ടൈം അനാലിസിസിലൂടെ നിങ്ങളുടെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സാധാരണ ഒരു സമയത്ത് ചെയ്യുന്നതിനേക്കാളും 10 ഇരട്ടിയെങ്കിലും എഫക്റ്റീവ്നെസ് നിങ്ങൾക്ക് ആ കാര്യങ്ങൾക്ക് കൂട്ടാൻ പറ്റുകയും സക്സസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആ സമയത്ത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എനർജി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ലോ ടൈമിനേക്കാളും എത്രയോ ഇരട്ടി കൂടുതലാണ്. അത് നമ്മുടെ എഫക്റ്റീവ്നെസ്സിലും റിസൾട്ടിലും ഒക്കെ അത് ബാധിക്കുകയും ചെയ്യും. സോ നോ യുവർ പീക്ക് ടൈം, ബിക്കോസ് വി ആർ എ വാരിയേഴ്സ്. നമ്മൾ ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന ആളുകളാണ്. അതിശക്തമായിട്ടുള്ള ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെല്ലുവിളിയാണ് നമ്മൾ ഓരോരുത്തരും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നേരിടുമ്പോൾ കൂടുതൽ കരുത്തോടുകൂടെ തന്നെ നേരിടേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് എല്ലാവരും രാവിലെ തന്നെയാണ് എന്ന് വിശ്വസിക്കേണ്ട. രാവിലെയുള്ള ഒരുപാട് ആളുകളുടെ ഭൂരിഭാഗം ആളുകൾ അനലൈസ് ചെയ്തപ്പോഴും അവർക്ക് രാവിലെ തന്നെയാണ് ഇത് കണ്ടിട്ടുള്ളത്. അവര് രാവിലെ തന്നെ ഫോക്കസ് ചെയ്യുക, ഏത് സമയമാണോ എന്നുള്ളത് നോക്കിയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും നമുക്ക് പകരം വെക്കാനില്ലാത്ത 2 സംഭവമുണ്ട്. നമ്മൾ എത്ര അറിവുള്ളവരാണെങ്കിലും ശരി, എത്ര വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയ ആളാണെങ്കിലും ശരി, ലേൺ ടു ഫോർഗെറ്റ് ആൻഡ് ലേൺ ടു റിമൈൻഡ്. ലേൺ ടു ഫോർഗെറ്റ്, അതായത് മറക്കേണ്ട ചില സംഗതികളുണ്ട്, മറക്കേണ്ട, ഒഴിവാക്കേണ്ട, നമ്മളെ മൈൻഡിലേക്ക് കടന്നു വരാൻ പാടില്ലാത്ത കുറച്ച് സാധനങ്ങളുണ്ട്, ഇല്ലേ? നമ്മളെ മൈൻഡിലേക്ക് ഒരിക്കലും കടന്നു വരാൻ പാടില്ലാത്ത കുറെ സാധനങ്ങളുണ്ട്. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഫോർഗിവ്നെസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ തന്നെ, ആ സാധനങ്ങൾ പാസ്റ്റ് ലൈഫിൽ, അല്ലെങ്കിൽ അവര് ചെയ്തു, ഇവര് ചെയ്തു, സങ്കടങ്ങളും അവര് ബുദ്ധിമുട്ടിച്ചു തുടങ്ങിയ രീതിയിലുള്ള നമ്മളെ നിരാശപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന, നമുക്ക് വിഷമങ്ങൾ ഉണ്ടാക്കിയ, പേടി ഉണ്ടാക്കിയ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതിനെ കൃത്യമായിട്ടുള്ള ഫോർഗിവ്നെസ് തെറാപ്പിയിലൂടെ തന്നെ, അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു 21 days അല്ലെങ്കിൽ 35 days ഫോർഗിവ്നെസ് തെറാപ്പിയുടെ ഒരു എക്സസൈസ് ഉണ്ട്. ആ എക്സസൈസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളത് ഒഴിവാക്കണം. കാരണം നമ്മൾ ചുമ്മാ ഞാൻ മറന്നു, ഐ ഫോർഗിവ് എന്ന് കുറെ സമയം പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം എന്നാലും ശരി, യൂട്യൂബിൽ ഇപ്പൊ നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പോപ്പപ്പ് ചെയ്ത് സിമിലർ ആയിട്ടുള്ള വീഡിയോ വരുന്ന പോലെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പോലും നമ്മുടെ മൈൻഡിനകത്തേക്ക് ആ പ്രതികാരവും ആ ദാഹവും ആ ദേഷ്യവും നെഗറ്റീവ് വൈബിലും നമ്മളെ പൂർണ്ണമായിട്ടും മുക്കിക്കൊല്ലാൻ പറ്റുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ആ നെഗറ്റീവ് സാധനം നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ലേൺ ടു ഫോർഗെറ്റ്. ഈ സാധനം
നെഗറ്റീവായിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യാൻ സാധ്യതയുള്ള, നമ്മളെ തകർക്കാൻ സാധ്യതയുള്ള, നമ്മൾ അപകടപ്പെടുത്താൻ സാധ്യതയുള്ള ഇതിനെ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെങ്കിൽ യു ഷുഡ് നോ ഹൗ ടു ഫോർഗെറ്റ് ദ നെഗറ്റീവ് പാസ്റ്റ് ഫ്രം യുവർ ലൈഫ്. അതിന് ഫോർഗിവ്നെസ് തെറാപ്പി. കാരണം നമ്മൾ യുദ്ധത്തിന് പോകുകയാണ്, നമ്മളൊരു യുദ്ധഭൂമിയിൽ തന്നെയാണുള്ളത്. വി ഹാവ് ടു ഫീൽ ദാറ്റ് വി ആർ ഇൻ എ ബാറ്റിൽ ഫീൽഡ്. നമ്മളൊരു വാർ ഫീൽഡിലാണ്, വാർ ഫ്രണ്ടിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പുറകിൽ നിന്ന് പിടിച്ചു വലിക്കുന്ന, നമ്മുടെ എനർജി നശിപ്പിക്കാൻ സാധ്യതയുള്ള, നമ്മളെ ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുള്ള, നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ അത് നമ്മളെ റെസിസ്റ്റ് ചെയ്യാനും ഈവൻ നമ്മുടെ ബെസ്റ്റ് എടുക്കേണ്ടതിന് പകരം ഒരു 80% നമ്മുടെ എനർജിയെയും നമ്മുടെ പവറിനെയും പുറത്തെടുക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള നമ്മുടെ എനർജി നശിപ്പിക്കാൻ പറ്റുന്ന ആ ഒരു നെഗറ്റിവിറ്റി ഉണ്ടല്ലോ പാസ്റ്റ് ലൈഫിൽ. വി ഷുഡ് നോ ലേൺ ടു ഫോർഗെറ്റ്. അതോടൊപ്പം തന്നെ എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു സാധനമാണ് ലേൺ ടു റിമെമ്പർ. നമ്മൾ ഓർത്തെടുക്കേണ്ട കുറെ സാധനങ്ങളുണ്ട്. നമ്മുടെ ഓർമ്മയിൽ നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെക്കേണ്ട കുറെ സാധനമുണ്ട്. അതായത് ഒരു ചെടിക്കൊക്കെ വളമിടുന്നത് പോലെ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും തരത്തില് പ്രോട്ടീൻ പൗഡറൊക്കെ കഴിച്ചിട്ട് നമ്മളങ്ങനെ ശക്തമാക്കി വെക്കുന്നത് പോലെ നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം, കൂടുതലൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മൾ നോക്കും, നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ധാരാളം ആളുകൾക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ ഇവിടെ ഇത് ചർച്ച ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണല്ലേ. ലോകത്തിൽ എത്ര മനുഷ്യന്മാർ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ പോലും ഒരു പരിധിവരെ നമ്മൾ എഫക്റ്റീവ് അല്ലാത്ത രീതിയിൽ എത്രമാത്രം അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഞാൻ ആ ഗ്രാറ്റിറ്റ്യൂഡ് ചാനലിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ബട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം, നമ്മുടെ ഫാമിലീസ്, നമ്മുടെ കൂട്ടുകാർ കിട്ടിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റുകൾ നമ്മൾ ഒരു ദിവസത്തിൽ ഇങ്ങനെ ഇടക്കിടക്ക് ഓർക്കുന്നത് നല്ലത്. അത് കൂടുതൽ കരുത്ത് തരികയും അവർക്ക് വേണ്ടി കൂടെ നമുക്ക് ജീവിക്കാനും റിട്ടേൺ കൊടുക്കുന്നതിനൊക്കെ സഹായിക്കുകയും ചെയ്യും. അത് നമുക്ക് അറിയുന്നതാണ്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പക്ഷെ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ കുറെ സക്സസ്ഫുൾ ആകുക എന്നത് മാത്രമല്ല, കുറെ വലിയ സംഭവം ആകുക എന്നുള്ളത് മാത്രമല്ല, അതിനേക്കാളും എത്രയോ മഹത്തരമാണ് നല്ല നന്ദിയുള്ള മനുഷ്യനാകുക എന്നുള്ളത്. ഗാന്ധിജിയെ ഇന്നും 100 വർഷത്തിന് ശേഷം പോലും നമ്മൾ അഭിമാനപൂർവ്വം ഓർക്കുന്നത് അദ്ദേഹം ഒരുപാട് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ റൺ ചെയ്തതിന്റെ പേരിലല്ല, അല്ലെങ്കിൽ അദ്ദേഹം നേടിയെടുത്ത, മഹാത്മാവ് ഉണ്ടാക്കിയ ബില്യൺ കണക്കിന് ഡോളർ ആസ്തിയുടെ പേരിലുമല്ല. അതൊക്കെ ഉണ്ടെങ്കിലും നല്ല മനുഷ്യനാകുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ നല്ല നന്ദിയുള്ള മനുഷ്യനാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. നന്ദിയുള്ള മനുഷ്യനിൽ പണം ഉണ്ടാകുമ്പോഴാണ്, നന്ദിയുള്ള മനുഷ്യന് ബിസിനസ് വിജയം ഉണ്ടാകുമ്പോഴാണ്, നന്ദിയുള്ള മനുഷ്യന് ആരോഗ്യം ഉണ്ടാകുമ്പോഴാണ്, നന്ദിയുള്ള മനുഷ്യന് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയുമ്പോഴാണ് ലോകത്തിന് അത് നന്മയായി മാറുന്നത്. അല്ലെങ്കിൽ അത് ലോകത്തിന് അപകടമായിട്ടാണ് മാറുന്നത്. അത് പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് ഈ ക്വാളിറ്റി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ റിലാക്സ് ആയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം എന്താ, വിത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ കൊറോണ പീരീഡ് കഴിയും. നമ്മൾ ഈ കൊറോണ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിടുന്ന കാലമാണ്, അല്ലെങ്കിൽ ലോക്ക്ഡൌൺ പീരീഡ് എന്ന് പറയുന്നത് വിത്തിടുന്ന കാലമാണ്. നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന വളം നമ്മളിൽ തന്നെ ഇട്ടുകൊണ്ടിരിക്കുക, നിക്ഷേപിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ കഴിവിനെ ഏറ്റവും മികച്ച രീതിയിൽ അതിന്റെ പീക്കിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുക. എന്നിട്ട് വെയിറ്റ് ചെയ്യുക. അതിനിടയ്ക്കിടക്ക് കുഴിച്ചു നോക്കേണ്ടതില്ല. അതിനകത്ത് വിത്ത് മുളയ്ക്കാൻ തുടങ്ങിയോ അല്ലെങ്കിൽ അത് മുളയ്ക്കാൻ തുടങ്ങിയോ എന്നിങ്ങനെ കുഴിച്ചു നോക്കണ്ട. ബിക്കോസ് ദിസ് യൂണിവേഴ്സ് ഈസ് വർക്കിംഗ് ഓൺ കോസ് ആൻഡ് എഫക്ട്. നിങ്ങൾ വിത്ത് ഇട്ടിട്ടുണ്ടോ? വെയിറ്റ് ആൻഡ് സീ. ജസ്റ്റ് fertilize it and pour the water and everything, then you will have desired fruit as a result. Law of attraction തന്നെയാണ്. അത് ഇടയ്ക്ക് കുഴിച്ചു നോക്കണ്ട, കൺഫ്യൂസ്ഡ് ആകണ്ട, റിലാക്സ് ആയിട്ട് നടക്കുക. നമ്മൾ ഈ ലോകത്തോട്ട് ഒരു പ്രപഞ്ചത്തിലേക്ക് ഒരു സാധനം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരും. അതിങ്ങനെ വരുമോ വരുന്നില്ലല്ലോ എന്ന് വിചാരിക്കണ്ട. പിന്നെ ആ ഭാഗം മറന്നേക്കുക. നമുക്ക് ചെയ്യാനുള്ള പേഴ്സണൽ എഫക്റ്റീവ്നെസ്സിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ജസ്റ്റ് ഇൻവെസ്റ്റ് ഇൻ യു ആൻഡ് വെയിറ്റ് ഫോർ ദ റിസൾട്ട് ആൻഡ് ബി ഹോപ്പ്ഫുൾ ഓൾ ദ ടൈം. എല്ലാ സമയത്തും നമ്മൾ ഹോപ്പ്ഫുൾ ആയിരിക്കുക. ഈ പോസ്റ്റ് കൊറോണ പീരീഡ് എന്ന് പറയുന്നത് വലിയ അവസരങ്ങളുടെ കൂടെ കലവറയാണ്.
എല്ലാ വെല്ലുവിളിയും നമുക്ക് വലിയ അവസരങ്ങൾ ബാക്കി വെച്ചിട്ടാണ് പോകുക. 2008 ക്രൈസിസ് കടന്നുപോയപ്പോ കുറെ ആളുകളുടെ ബിസിനസ് തകർന്നെങ്കിൽ ഒരുപാട് ആളുകൾ വലിയ ബില്യണിയേഴ്സ് ആയത് ആ ക്രൈസിസ് നൽകിയ അവസരങ്ങളിലാണ്. കണ്ണും കാതും തുറന്നു വെക്കുക, യുദ്ധത്തിന് തയ്യാറാകാനുള്ള കരുത്ത് റെഡിയാക്കി വെക്കുക, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ചാലഞ്ചസുകളും എല്ലാത്തിനെയും ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി, മെന്റൽ ആൻഡ് ഇമോഷണൽ കപ്പാസിറ്റി റെഡിയാക്കി വെക്കുക. പോസ്റ്റ് കൊറോണ എന്ന് പറയുന്നത്, ലോക്ക്ഡൌൺ പീരീഡ് എന്ന് പറയുന്നത്, നമ്മളെന്ന് പറയുന്ന വ്യക്തിയുടെ വേർഷൻ 2 ലോഞ്ച് ചെയ്യാനുള്ള അവസരമായിട്ട് മാത്രം കാണുക. ലോകം പോസ്റ്റ് കൊറോണയിൽ ഇങ്ങനെ ആയിരിക്കില്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റണം, ഞാനെന്ന് പറയുന്ന വ്യക്തിയും കൊറോണയ്ക്ക് ശേഷം പഴയ കൊറോണയല്ല, കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറയുന്നത് പോലെ തന്നെ, ബിലാല് പഴയ ബിലാലല്ല എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളും പഴയ വ്യക്തിയല്ല, നമ്മളും ഒരു പുതിയ വേർഷൻ 2 ആണ്, അപ്ഡേറ്റഡ് വേർഷൻ ആണ്, നമ്മളുടെ ഹീറോ വേർഷൻ ആണ് നമ്മൾ ഇതിനു ശേഷം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്ന് പ്രതിജ്ഞ എടുക്കുക. അറിവുകൾ കൊണ്ട്, കഴിവുകൾ കൊണ്ട്, ഇമോഷണൽ കപ്പാസിറ്റി കൊണ്ട്, സ്ട്രെങ്ത് കൊണ്ട് നമ്മൾ ഇതിനു ശേഷം ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ പുതിയ വേർഷനാണ്. നമ്മൾ പഴയ വേർഷൻ അല്ല, നമ്മൾ പഴയ വേർഷൻ അല്ല. I am going to have a second and hero version of myself. This is what I am going to do within me and try to do in everyone's. We are not going to live a same life because the world is going to change. അതുകൊണ്ട് തന്നെ അവസാനമായിട്ട് പറയാനുള്ളത്, every life has some kind of challenge. നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തേക്ക് പോകുകയാണെങ്കിലും, ലോകത്തിൽ ഏതൊരു ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും, ഏതൊരു സ്വപ്നം പിന്തുടരുകയാണെങ്കിലും, ഏതൊരു മികച്ച നേട്ടത്തിലേക്ക് കുതിക്കുകയാണെങ്കിലും, അത് എത്തി എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടാക്കും. ഗോളിലേക്ക് എത്തി എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുന്ന സമയത്തായിരിക്കും അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ തലയിലേക്ക് ഒരു ഇടുത്തി വീഴുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് വന്നതുപോലെ നമ്മൾ അങ്ങ് തകർന്നു വീഴുന്ന അവസ്ഥയുണ്ടാകും. പക്ഷെ ഡോണ്ട് സ്റ്റോപ്പ്. It is called a terra barrier. നമുക്ക് പോലും കാണാൻ പറ്റാത്ത നമ്മുടെ മെന്റൽ ലെവലിന്റെ, സ്പിരിച്വൽ ലെവലിന്റെ, മൈൻഡ് സെറ്റിന്റെ ഒരു ബാരിയർ ആണത്. ബിക്കോസ് അവിടെ നിന്ന് നമുക്ക് പുതിയ ലെവലിലേക്ക് പോകണമെങ്കിൽ നിങ്ങളൊരു വലിയ ശക്തമായിട്ടുള്ള ഒരു ഡോറിനെ ബ്രേക്ക് ചെയ്യാൻ പോകുകയാണ്. അതിനപ്പുറത്താണ് ഗോൾഡ് ഇരിക്കുന്നത്, അതിനപ്പുറത്താണ് അവസരങ്ങളുടെ കലവറയിരിക്കുന്നത്. പക്ഷെ അതിന് അവിടേക്ക് എത്തണമെങ്കിൽ വലിയൊരു ബ്ലോക്ക് നമുക്ക് ഓവർകം ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ആദ്യം ഓടിച്ചെന്ന് കുതിച്ചു കയറാൻ ശ്രമിച്ചു, പക്ഷെ ഇറ്റ്സ് നോട്ട് ഗെറ്റിംഗ് ഓവർ. അതിന് നമുക്ക് തകർക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഏബിൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മുന്നോട്ട് വീണ്ടും കുതിക്കാൻ കഴിയണം, വീണ്ടും കുതിക്കുക. നോ, ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ബ്രേക്ക് ഇറ്റ്, കം അഗൈൻ. സ്ട്രെങ്തൻ യുവർ സെൽഫ്. നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിൽ ഇതുപോലെ ടെറാ ബാരിയർ ഉണ്ടാവും. ലക്ഷ്യം നേടുന്നു എന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് നമ്മൾ അങ്ങ് തകർന്നു വീഴും. ഇമോഷണലായിട്ടും ഫിസിക്കലായിട്ടും എല്ലാം തകർന്നു വീഴും. പക്ഷെ പലരും അവിടെ വെച്ച് അവസാനിപ്പിച്ചു വെക്കും. നോ, ദാറ്റ്സ് നോട്ട് ദ ടൈം ടു ക്വിറ്റ്. ദാറ്റ്സ് നോട്ട് ദ ടൈം ടു ക്വിറ്റ്. അവിടെയല്ല ക്വിറ്റ് ചെയ്യേണ്ടത്. അവിടെ നമുക്ക് തകർന്നു പോയെങ്കിൽ ശരി, കം ബാക്ക്. കൂടുതലായിട്ട് കരുത്തുണ്ടാക്കുക, ഇമോഷണൽ സ്ട്രെങ്ത് ഉണ്ടാക്കുക, ഇമോഷണൽ കപ്പാസിറ്റി ഉണ്ടാക്കുക, നോളജ് ഉണ്ടാക്കുക, സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. മൂവ് ഓൺ, ഗോ അഗൈൻ ആൻഡ് ഹിറ്റ് ദ ബാരിയർ. One day you will break it. That is the difference between ordinary people and extraordinary people. The extraordinary people are ready to hit the barrier more than one time. And ordinary people always trying to approach the barrier one time and they're deciding that no, I am not capable of breaking this. But we are not going to be an ordinary version. We are going to be an updated version number 2 after this post corona. Thank you so much. ഇത്രയും സമയം നിങ്ങൾ എന്നെ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. എല്ലാ വിജയങ്ങളും നേരുന്നു. ഞാൻ കസാക് ബെൻജാലി.